നമസ്കാരം. ഇന്ന് എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട അപ്ലൈൻ അഡ്വക്കേറ്റ് ആന്റണി സെബാസ്റ്റ്യൻ IMC-യുടെ ഉൽപ്പന്നങ്ങളിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നു. വളരെ ശ്രദ്ധയോടുകൂടി അത് കേൾക്കുക, നിങ്ങളുടെ പഠനത്തിന് ഉപകരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ വിവരങ്ങൾ അവരുമായിട്ട് പങ്കുവെക്കുക. ഈ ഒരു സെഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ആന്റണി സെബാസ്റ്റ്യന് ഈ ഒരു വേദി കൈമാറുന്നു. ഓക്കെ, താങ്ക് യു വിനോദ്ജി. കേൾക്കാമോ? കേൾക്കാം. കാണാമല്ലോ, ഓഡിയോ ഒക്കെ ഓക്കെ അല്ലേ? ഓക്കെ, കൃത്യമാണ്. ഓക്കെ. വിനോദ്ജി പരിചയപ്പെടുത്തി. എൻ്റെ പേര് അഡ്വക്കേറ്റ് ആന്റണി സെബാസ്റ്റ്യൻ. ഞാൻ കോഴിക്കോട് സ്വദേശിയാണ്. ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യുന്നത് IMC-യുടെ ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ചാണ്. ഈ ഉൽപ്പന്നങ്ങളെല്ലാം അതല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ ഉപയോഗിച്ച് വന്നിരിക്കുന്ന റിസൾട്ടിന്റെ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്. അതിലുപരി ഇതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള വശങ്ങളോ കാര്യങ്ങളോ ഒക്കെ അത് കമ്പനി വളരെയധികം ലീഗലായിട്ട് തന്നെ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. അതിന്റെ കണ്ടന്റ്സ് കാര്യങ്ങളൊട്ടൊന്നും ഈച്ച് ആൻഡ് എവറി പ്രോഡക്റ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. നമ്മളൊരു ജനറൽ അവയർനെസ് ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ഇന്ന് അതിന്റെ അനന്തമായ സാധ്യത നമുക്കെല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യമാണ്. ഗവൺമെന്റ് ഈ വർഷം തന്നെ അത് ലീഗലൈസ് ചെയ്തു. ഡയറക്ട് സെല്ലിങ്ങിന്റെ നല്ല ഒരു ഫ്യൂച്ചറാണ് ഇനി വരുന്നത്. അപ്പോൾ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ഇന്ന് ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്ന ഒരു ബിസിനസ് മെത്തേഡ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ അതിനുള്ളിൽ നമുക്ക് വരാതിരിക്കാൻ ആർക്കും കഴിയില്ല. ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിനെ മാറ്റി നിർത്തി ഇനി നമുക്കൊരു ലൈഫ് ഉണ്ടാകില്ല. നേരിട്ടോ അല്ലാതെയോ സമൂഹത്തിലെ ഒട്ടുമിക്ക ആൾക്കാരും ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തൊരു 4-5 വർഷത്തിനുള്ളിൽ ബന്ധപ്പെട്ട് കഴിയും. അപ്പൊ അതുകൊണ്ട് നല്ലൊരു കമ്പനിയിൽ ആദ്യമേ തന്നെ നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നത് വളരെ ഒരു സൗഭാഗ്യമാണ്. അത് ഞാനൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയണം. അപ്പം ഏതൊരു കമ്പനിയിലും നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മൾ അതിനെ സംബന്ധിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് നല്ല ബോധ്യം ഉണ്ടായിരിക്കണം. നമുക്കറിയാം, ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ പൊതുവേ 2 ടൈപ്പ് കമ്പനികളാണ് ഉള്ളത്. അതിൽ ഒരു ടൈപ്പ് കമ്പനികൾ എന്ന് പറഞ്ഞാൽ അവര് പ്ലാൻ വിൽക്കുന്ന കമ്പനിയാണ്. നമുക്കറിയാം, ചില ആൾക്കാർ ഡയറക്ട് സെല്ലിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അവർ പറഞ്ഞാൽ ഇത്ര ആൾക്കാർ ചേർന്ന് എത്ര പൈസ കിട്ടും, നിങ്ങൾ ചേർന്ന് എത്ര കിട്ടും, പൈസ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ആൾക്കാരുണ്ട്. അവരെ നമ്മൾ പ്ലാൻ സെല്ലിംഗ് ഡയറക്ട് സെല്ലേഴ്സ് എന്ന് പറയാം. അവരെ സംബന്ധിച്ചിടത്തോളം അവർ എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നതിനെ പറ്റിയാണ് പ്രൊജക്ട് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയുള്ള കമ്പനികൾക്ക് നിയമാനുസൃതം പ്രവർത്തിക്കാൻ പല പരിമിതികളുണ്ടാകും. കാരണം വെച്ചാൽ അവര് അധികം പൈസ കൊടുക്കുന്നത് ജോയിനിങ്ങിന്റെ ബേസ് ചെയ്തിട്ടാണ്. അങ്ങനെയുള്ള കമ്പനികളെല്ലാം ഗവൺമെന്റ് ഇപ്പൊ ബാൻ ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെയുള്ള കമ്പനികൾക്ക് വേറൊരു കൂട്ടൊരു കമ്പനിയുണ്ട്, ദാറ്റ് ഈസ് ദേ ആർ സെല്ലിംഗ് പ്രോഡക്റ്റ് സെല്ലിംഗ് കമ്പനി. പ്രോഡക്റ്റ് സെല്ലിംഗ് കമ്പനി എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ സാധനങ്ങൾ വിൽക്കണമല്ലോ, അങ്ങനെയുള്ള ഒരു നെറ്റ് ചുളിക്കുന്ന ഒരു പ്രവണതയുണ്ട്. പക്ഷെ അത് ശരിയല്ല. എല്ലാ കമ്പനികളും പ്രോഡക്റ്റ് വിറ്റിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. ഏത് കമ്പനിയാണെങ്കിലും, അത് ടാറ്റ ആണെങ്കിലും ബെർലി ആണെങ്കിലും റിലയൻസ് ആണെങ്കിലും, എല്ലാ കമ്പനികളും സെല്ലിങ്ങിലാണ് ഇമ്പോർട്ടൻസ് ചെയ്യുന്നത്. എന്തൊന്നും ഒരു പ്രൊഫഷണലിൽ തന്നെ ഒരു വക്കീല് തന്നെയാണെങ്കിലും അദ്ദേഹത്തിന്റെ ക്വാളിറ്റി, അയാളുടെ കഴിവുകൾ അയാൾ സെല്ല് ചെയ്യണം ത്രൂ അദ്ദേഹത്തിന്റെ ക്ലയൻസ് കൂടെ. ഒരു ഡോക്ടർ ആണെങ്കിലും അദ്ദേഹത്തിന്റെ കഴിവുകൾ സെല്ല് ചെയ്യണം. അപ്പോൾ സെല്ലിംഗ് ഇല്ലാണ്ട് ഒരിക്കലും ബിസിനസ് ഇല്ല. ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം സെല്ല് ചെയ്യുമ്പോൾ അത് കൂടുതൽ ആൾക്കാർ അത് വാങ്ങണമെങ്കിൽ എന്താ പറഞ്ഞ, അത് ആൾക്കാർ അത് ഉപയോഗിച്ചിട്ടാണ് കൂടുതൽ വാങ്ങുന്നത്. ഇപ്പൊ ഡയറക്ട് സെല്ലിങ്ങിനേക്കാളും കൂടുതലായിട്ട് ഇനിയുള്ള കാലഘട്ടത്തിലെ ഒരു പ്രസക്തി ഡയറക്ട് പർച്ചേസിംഗ് ആണ്. എനിക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ നേരിട്ട് വാങ്ങുന്നു. പണ്ടായിരുന്നു സെല്ലിങ്ങിന് ഇമ്പോർട്ടൻസ് എങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഡയറക്ട് പർച്ചേസിംഗ് ആണ്. എനിക്ക് വേണ്ടതായ സാധനങ്ങൾ ഞാൻ നേരിട്ട് വാങ്ങുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ ഡയറക്ട് പർച്ചേസിംഗ് ഇൻഡസ്ട്രി. ഈ ഇൻഡസ്ട്രി ഇന്ന് ഇന്ത്യയിൽ ലീഗലായി വന്നിരിക്കുന്നു. 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിലും 2021 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഡയറക്ട് സെല്ലിംഗ് റൂൾസിലും ഇത് വളരെയധികം കൃത്യമായി പറഞ്ഞ് അതിന്റെ ബേസിൽ കേരളത്തിലെ മോണിറ്ററിംഗ് അതോറിറ്റീസ് സ്ഥാപിച്ച് അതിന്റെ സ്ക്രൂട്ടണി എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ തന്നെ അതിന്റെ ലിസ്റ്റ് ഗവൺമെന്റ് കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്ട്രിയിൽ വെബ്സൈറ്റിൽ അത് പബ്ലിഷ് ചെയ്യും. അതിനുള്ളിൽ ഇപ്പൊ തന്നെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നുള്ള ഒരു ഇത് തുടങ്ങിയിട്ടുണ്ട്. ആ വെബ്സൈറ്റിനുള്ളിൽ കമ്പനികളുടെ പേര് ലിസ്റ്റ് പെടുത്തും. അങ്ങനെ ആ ലിസ്റ്റിൽ പെടുന്ന കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും ആ കമ്പനിയുടെ പ്ലാനും മാത്രമേ കേരള സ്റ്റേറ്റിൽ വിൽക്കാനും പ്രചരിപ്പിക്കാനും പറ്റുള്ളൂ.
അപ്പൊ IMC എന്നുള്ള ഒരു കമ്പനി 100% അതിനുള്ളിൽ വരാൻ യോഗ്യതയുള്ള ഒരു കമ്പനിയാണ്. നമ്മുടെ എല്ലാവിധ ലീഗൽ വർക്ക് എല്ലാം കഴിഞ്ഞിരിക്കുന്ന ഒരു കമ്പനിയാണ്. ഓക്കെ, അതാണ് ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ബേസിക് ഉള്ള കാര്യങ്ങൾ. അത് നമ്മളെല്ലാ ആൾക്കാരും അറിഞ്ഞിരിക്കണം. നമ്മൾ ചെയ്യുന്ന ഇൻഡസ്ട്രി, നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനുള്ളിൽ അല്ലെങ്കിൽ ഏത് പ്രവൃത്തിയാണെങ്കിലും നമ്മൾ കോൺഫിഡന്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ആദ്യമേ ഞാൻ ചെയ്യുന്ന ഇൻഡസ്ട്രി അത് ലീഗൽ ആണെന്നുള്ള ഒരു കോൺഫിഡൻസ്, അത് സത്യസന്ധമാണെന്നുള്ള ഒരു കോൺഫിഡൻസ് എന്നിൽ തന്നാൽ മാത്രമേ എനിക്ക് മുന്നിലിരിക്കുന്ന ഒരാളോട് ഇതിനെ സംബന്ധിച്ച് ആധികാരികമായിട്ടും നമുക്ക് ആത്മവിശ്വാസത്തോടും പറയാൻ പറ്റുള്ളൂ. നമ്മൾ വിൽക്കുന്നത് നമ്മുടെ ആത്മവിശ്വാസമാണ്. ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ പ്രോഡക്റ്റ് അല്ല സെല്ല് ചെയ്യുന്നത്, യു ആർ സെല്ലിംഗ് യുവർ കോൺഫിഡൻസ് ലെവൽ. നിങ്ങൾക്ക് എത്രമാത്രം കോൺഫിഡൻസ് ഉണ്ട് അതാണ് ആൾക്കാരെ ആകർഷിക്കുന്നത്. നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ മുഖത്ത് പ്രതിഫലിക്കുന്ന ആ കോൺഫിഡൻസ് ലെവലാണ് വേറൊരാൾ അട്രാക്ട് ചെയ്യുന്നത്. അപ്പം ഡയറക്ട് സെല്ലിംഗിൽ വിജയിക്കണമെങ്കിൽ, IMC ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ, IMC ബിസിനസ്സിനെ സംബന്ധിച്ചുള്ള കോൺഫിഡൻസ് ലെവൽ നിങ്ങൾക്ക് എത്രമാത്രം ഉണ്ടെന്നുള്ളതാണ്. IMC ബിസിനസ്സിൽ എത്രമാത്രം കോൺഫിഡൻസ് ഉണ്ടോ അത്രമാത്രം നമുക്ക് വിജയിക്കാൻ കഴിയും. അപ്പൊ ഇതൊരു പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനി ആയതുകൊണ്ട് ഈ കമ്പനിയുടെ പ്രോഡക്റ്റിനെ സംബന്ധിച്ച് നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് വേണം. അപ്പൊ എങ്ങനെയാ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവുക? ഈ കോൺഫിഡൻസ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക വെച്ചാൽ നമ്മൾ ബൈ യൂസേജ് ആണ്. നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന കോൺഫിഡൻസ് ആണ് നമ്മൾ സെല്ല് ചെയ്യേണ്ടത്. അപ്പം നമ്മളൊരു സിനിമ കണ്ടിട്ട് നമ്മൾ പറയുന്നതും കാണാതെ പറയുന്ന തമ്മിലുള്ള വ്യത്യാസമുണ്ട്. കണ്ടിട്ടാ പറയുന്നെങ്കിൽ അതിൻ്റെ അകത്ത് ഓരോ രംഗങ്ങളും ഓരോ സീനുകളും നമുക്ക് വളരെ കോൺഫിഡൻസോടെ പറയാൻ കഴിയും. പക്ഷെ നമ്മളൊരു സിനിമ കാണാതെ പറയുന്നെങ്കിൽ നമുക്ക് നമ്മുടെ മുഖത്ത് നോക്കിയാൽ അറിയാം. സെയിം തന്നെയാണ് IMC ബിസിനസ്സിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ IMCയുടെ പ്രോഡക്റ്റിനെ പറ്റി നിങ്ങൾക്ക് പറയണമെങ്കിൽ ആദ്യമേ IMCയുടെ പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് സ്വയം ബോധ്യപ്പെടണം. ഒരു പ്രോഡക്റ്റും സ്വയം ഉപയോഗിക്കാതെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളിൽ ഉപയോഗിച്ച് അതിന്റെ റിസൾട്ട് കിട്ടാതെ അതിനെപ്പറ്റി ഒരിക്കലും പറയരുത്. ഇതാണ് ഈ ബിസിനസിന്റെ ആദ്യത്തെ ഒരു റൂളും. ഈ റൂള് നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ബിസിനസ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ബിസിനസ്സിൽ നമ്മൾ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ബിസിനസ്സിൽ ഒരിക്കലും നമ്മൾ പ്രഷർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു തരത്തിലുള്ള പ്രഷറും ഇതിനുള്ളിൽ ആവശ്യമില്ല. യു ജസ്റ്റ് പ്രഷറൈസ് ദ ബിസിനസ്. ഈ സന്തോഷത്തോടെ ചെയ്യാം. ഞാൻ ആ പ്രിൻസിപ്പിളിൽ കൂടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരോട് ഞാൻ പറയുന്നു. ഒരാളോട് ഞാൻ ബിസിനസ്സിൽ ജോയിൻ ചെയ്യാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ അവരോട് പറഞ്ഞിട്ട് ഇത് നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ട്, വേണേ വാങ്ങി ഉപയോഗിച്ച് നോക്ക്. ആ പ്രോഡക്റ്റ് ഞാനൊന്ന് പരിചയപ്പെടുത്തും, അവരാ പ്രോഡക്റ്റ് ഉപയോഗിക്കും, അവർ തന്നെ ഇങ്ങോട്ട് പറയും ഡിസ്കൗണ്ട് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി പറഞ്ഞു കൊടുക്കും. അങ്ങനെ വളരെ പാസീവായിട്ടാണ് ഞാൻ ഈ ബിസിനസ് കഴിഞ്ഞ 8 വർഷത്തോളം ഞാൻ ചെയ്തത്. എൻ്റെ ജോലിയോടൊപ്പം ഒരു പാർട്ട് ടൈം ആയിട്ടാണ് ഞാൻ ഈ ബിസിനസ് ചെയ്തത്. അപ്പം എനിക്ക് ഇത് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആർക്കും ഈ ബിസിനസ് ചെയ്യാൻ പറ്റും. വളരെ ചുരുങ്ങിയ സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ബിസിനസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്ന് വെച്ചാൽ എൻ്റെ ബിസിനസ്സിൽ എനിക്ക് ഈ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് തന്നിരിക്കുന്നതിൻ്റെ അകത്ത് ഓരോ ഉൽപ്പന്നങ്ങളാണ്. ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്, ബാക്കിയെല്ലാം കമ്പനി നോക്കിക്കൊള്ളും. അപ്പം ഇതിനുള്ളിൽ ഞാൻ പറഞ്ഞു വന്ന് നമുക്ക് ഏതൊക്കെ ടൈപ്പ് പ്രോഡക്റ്റ് ഉള്ള എന്തൊക്കെയാണ് IMC പ്രോഡക്റ്റിന്റെ പ്രത്യേകത. IMC പ്രോഡക്റ്റിന്റെ പ്രത്യേകത വെച്ചാൽ IMCയുടെ പ്രോഡക്റ്റ് എല്ലാം ആയുർവേദിക് പ്രോഡക്റ്റുകളാണ്. ഒരു മിഷൻ ഉണ്ട് ഈ പ്രോഡക്റ്റിനെല്ലാം. ഈ ബിസിനസ്സിന് ആയുർവേദത്തിന്റെ പ്രൊമോഷനാണ് ഈ ബിസിനസിന്റെ പ്രത്യേകത. കാരണം വെച്ചാൽ ആയുർവേദത്തിൽ ഊന്നിയിട്ടുള്ള ഒരു ബിസിനസ് പ്രോഡക്റ്റ് റേഞ്ചാണ് ഇതിനുള്ളിലുള്ളത്. എല്ലാ പ്രോഡക്റ്റും ഇതിനുള്ളിൽ വരില്ല. എല്ലാ പ്രോഡക്റ്റും കൊണ്ടുവരാൻ കമ്പനിക്ക് ഒരു താല്പര്യവുമില്ല. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളതും പ്രകൃതിക്ക് അനുകൂലമായിട്ടുള്ളതുമായിട്ടുള്ള നല്ല ഉൽപ്പന്നങ്ങൾ വിലക്കുറവിൽ, സാധാരണ മാർക്കറ്റിലുള്ളതിനേക്കാളും വിലക്കുറവിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു രീതിയാണ് കമ്പനിക്കുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് കമ്പനി ഡയറക്ട് സെല്ലിംഗ് മെത്തേഡ് രൂപീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇന്ന് മാർക്കറ്റിൽ ഒരു മാനുഫാക്ചറുടെ കയ്യിൽ നിന്നിട്ട് കൺസ്യൂമറുടെ കയ്യിലേക്ക് സാധാരണ സാധനങ്ങൾ എത്തുമ്പോൾ പല തട്ടുകൾ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷെ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ ആ തട്ടുകളില്ല. പക്ഷേ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിലെ പല കമ്പനികളും വില ഇന്ന് മാർക്കറ്റിലുള്ളതിനേക്കാൾ പല മടങ്ങ് കൂടുതലാണ്. എന്ന് വെച്ചാൽ അവിടെ റിയൽ ആയിട്ടുള്ള ഒരു ഡയറക്ട് സെല്ലിംഗ് ആസ്പെക്ട് അല്ല അവിടെ നടക്കുന്നത്. ഡയറക്ട് സെല്ലിംഗിൽ കൂടെ ബിസിനസ് നടക്കുമ്പോൾ എപ്പോഴും മാർക്കറ്റിലുള്ളതിനേക്കാളും വിലക്കുറവായിരിക്കണം. മാർക്കറ്റിൽ വരുന്ന ആ മാർക്കറ്റിംഗ് എക്സ്പെൻസ്, ട്രഡീഷണൽ ബിസിനസ്സിൽ വരുന്ന മാർക്കറ്റിംഗ് എക്സ്പെൻസ് ആണ് ഡിവൈഡ് ചെയ്യുന്നത്. IMC പ്രോഡക്റ്റിന് എല്ലാ മാർക്കറ്റിനേക്കാളും വില കുറയാനുള്ള കാരണം വെച്ചാൽ IMC ബിസിനസ് ഡയറക്ട് സെല്ലിംഗിന്റെ അന്തസത്ത 100% ഫോളോ ചെയ്യുന്ന ഒരു കമ്പനി ആയതുകൊണ്ടാണ്. അപ്പൊ IMCയുടെ പ്രോഡക്റ്റ് എല്ലാം ഓൺ പ്രോഡക്റ്റ് ആണ്. 95% ഉൽപ്പന്നങ്ങൾ സ്വന്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. അതുകൊണ്ടാണ് വെച്ചാൽ കമ്പനിക്ക് ക്വാളിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റും.
അതിന്റെ വില അതിന് കൺട്രോൾ ചെയ്യാൻ പറ്റും, അതിന്റെ മാർക്കറ്റ് എന്താ പറയുക ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എല്ലാം അതിന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന് വലിയൊരു പ്രത്യേകതയുണ്ട്. അതായത് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് സ്വന്തമായിട്ട് ഉൽപ്പന്നങ്ങളാണ് വിൽക്കുന്നതെങ്കിൽ അതിന് ഈ ഒരു യുണീക് സെല്ലിംഗ് എന്താ പറഞ്ഞ ഒരു പ്രോപ്പർട്ടി അതിനുള്ളിൽ ഉണ്ടാവും. ഏതൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയും വിജയിക്കുന്നത് അവർക്ക് എത്രമാത്രം യുണീക് സെല്ലിംഗ് പ്രോഡക്റ്റ് ഉണ്ടെന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ്. അപ്പൊ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ ഇന്ന് മൊത്തത്തിൽ ആഗോള തലത്തിൽ നോക്കുവാണെങ്കിൽ അതിന്റെ 88% ഡയറക്ട് സെല്ലിംഗ് ബിസിനസിന്റെ 88% വരുന്ന 2 സെക്ടറിലാണ്. അതിന്റെ ഒന്ന് വെൽനസ് സെക്ടർ, 2 കോസ്മെറ്റിക് സെക്ടർ. ഈ 2 സെക്ടറിലാണ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസിന്റെ 88% വരുന്നത്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് വെച്ചാല് ഗവൺമെന്റിന് കിട്ടിയിരിക്കുന്ന സർവേ പ്രകാരം 2030 ആകുമ്പോഴത്തേക്ക് ഒരു 5-6 വർഷം കഴിയുമ്പോഴത്തേക്ക് ഡയറക്ട് സെല്ലിംഗ് ഇന്ത്യയിലെ ടേൺ ഓവർ ഏകദേശം 1 ലക്ഷം കോടിയാവുക പറഞ്ഞേ. 1 ലക്ഷം കോടി എന്ന് വെച്ചാൽ അതിന്റെ 66% വെച്ചാൽ 68,000 കോടി രൂപയുടെയും ടേൺ ഓവർ വരാൻ പോകുന്ന മേഖല ഒന്ന് വെൽനസ് ഇൻഡസ്ട്രി, വെൽനസിൽ കൂടിയും 2 കോസ്മെറ്റിക്സ് കൂടിയായിരിക്കും. IMCയുടെ പ്രോഡക്റ്റിന്റെ ബഹുഭൂരിപക്ഷവും വെൽനസും കോസ്മെറ്റിക്സും ആണ്. അതിനുശേഷമാണ് കമ്പനി ഹോം കെയർ പ്രോഡക്റ്റ്, പേഴ്സണൽ കെയർ പ്രോഡക്റ്റ്, അഗ്രികൾച്ചർ കെയർ പ്രോഡക്റ്റ്, കിഡ്സ് കെയർ പ്രോഡക്റ്റിന് വൈഡ് റേഞ്ച് പ്രോഡക്റ്റ് ഉള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് വെച്ചാൽ ഇതിനകത്ത് മേജർ സെക്ടർ വെച്ചാൽ വെൽനസും കോസ്മെറ്റിക്സും ആണ്. അതിനെപ്പറ്റി നമുക്ക് ഒരു ചെറിയൊരു ഐഡിയ എപ്പോഴും ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടാണ് കമ്പനി വെൽനസ് സെക്ടറിൽ കൂടുതൽ ഫോക്കസ് ചെയ്യിച്ചാൽ നമുക്കറിയാം ഈ ലോകത്ത് എല്ലാ ആൾക്കാർക്കും ആർക്കും ആഗ്രഹമില്ല ഞാൻ നരകിച്ച് വേണം ഈ ലോകത്തുനിന്ന് പോകാൻ എന്നുള്ള, ആരും ആഗ്രഹിക്കുന്നില്ല. എല്ലാ ആൾക്കാരുടെയും ആഗ്രഹം വെച്ചാൽ ആരോഗ്യത്തോടെയുള്ള ഒരു ജീവിതമാണ്, അല്ലെങ്കിൽ ആരോഗ്യത്തോടെയുള്ള ഒരു അന്ത്യമാണ് എല്ലാ ആൾക്കാരും ആഗ്രഹിക്കുന്നത്. രോഗത്തിൽ നിന്ന് മാറി ജീവിക്കാനാണ് എല്ലാ ആൾക്കാരും ആഗ്രഹിക്കുന്നത്. പക്ഷെ എന്തോ നമുക്കറിയാം ഇന്ന് രോഗങ്ങളിലെ പലതരത്തിലുള്ള രോഗങ്ങൾ വരുന്നു, കാലഘട്ടങ്ങൾക്കനുസരിച്ച് രോഗങ്ങൾ വരുന്നു. നമുക്കറിയാം ഇപ്പം കോവിഡ് 2ാമതും തിരിച്ചു വരുന്നുള്ള ഒരു ന്യൂസ് നമ്മൾ കേൾക്കുന്നു. അപ്പം നമുക്കിന്ന് ആരോഗ്യ നില പലതും ഇന്ന് നമ്മൾ വളരെയധികം വണറബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഇതിലെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ പൂർവികരൊക്കെ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും വലിയ രോഗങ്ങൾ വെച്ചാൽ ഒന്ന് ക്ഷയം, കുഷ്ഠം, വസൂരി, ഈ ടൈപ്പ് രോഗങ്ങളായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ, ഈ പുതിയ കാലഘട്ടം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ അസുഖം വെച്ചാൽ ഒന്ന് ക്യാൻസർ, അല്ലെങ്കിൽ BP, ഷുഗർ, ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്യുന്നത്. ക്യാൻസറിന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെയാണെങ്കിൽ അടുത്ത 10 വർഷം കഴിയുമ്പോൾ ഇപ്പോൾ ഏകദേശം 25% ക്യാൻസർ പേഷ്യൻസ്, 25-30% ക്യാൻസർ പേഷ്യൻസ് കേരളത്തിലുണ്ടെന്നാണ് പറഞ്ഞത്. ഇത് അടുത്തൊരു 10-15 വർഷം കഴിയുമ്പോഴത്തേക്ക് 50% ആകും പോലും. അതായത് 2040 ആകുമ്പോഴത്തേക്ക് നമ്മളില് 50% ക്യാൻസർ പേഷ്യൻസ് ഉള്ള ഒരു സ്ഥലമായി മാറുകയാണ് നമ്മുടെ കൊച്ചു കേരളം. അതായത് 2 പേര് വീട്ടിലുണ്ടെങ്കിൽ അതിൽ ഒരാൾക്ക് ക്യാൻസർ ആയിരിക്കും എന്ന അർത്ഥം. ഇന്ന് ഷുഗർ പേഷ്യൻസിന്, ഡയബറ്റീസ് പേഷ്യൻസിന്റെ ലോകത്തിലെ ക്യാപിറ്റലാണ് കേരളം. ഏകദേശം ഇന്ന് വളരെ റേറ്റിൽ ഇന്ന് ഡയബറ്റീസ് പേഷ്യൻസ് ഉണ്ട്. അതായത് ഇന്ന് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം വെച്ചാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. അപ്പൊ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പേര് കൊണ്ട് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ കൊണ്ട് വന്നിരിക്കുന്ന അസുഖങ്ങളാണ്. അപ്പൊ നമുക്കറിയാം ഇന്ന് ആൾക്കാർക്ക് പ്രോപ്പറായിട്ടുള്ള എക്സർസൈസ് ഇല്ല, പ്രോപ്പറായിട്ടുള്ള ഫുഡില്ല, പ്രോപ്പറായിട്ടുള്ള മറ്റു കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇന്നെല്ലാം ഒരു താളം തെറ്റിയ ഒരു ജീവിത ഭക്ഷണ രീതിയാണ്. അതുകൊണ്ടാണ് ഈ ലൈഫ് സ്റ്റൈൽ എല്ലാം വരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മോചനം നേടണമെങ്കിൽ നമ്മുടെ ജീവിത രീതിയിൽ തന്നെ മാറ്റങ്ങൾ വരണം. ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ് അടുത്ത തലമുറ, നമ്മുടെ കുട്ടികൾ വളർന്നു വരുമ്പം അവർ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ അസുഖം വെച്ചാൽ ഒന്ന് അൾഷിമേഴ്സ്, പാർക്കിൻസൺസ്, സ്ട്രോക്ക്, ഇങ്ങനെയുള്ള അസുഖങ്ങളായിരിക്കും അവർ ഫേസ് ചെയ്യാൻ പോകുന്നത്. കാരണം വെച്ചാൽ ഈ മോഡേൺ റേഡിയേഷന്റെ കാലഘട്ടങ്ങളിൽ ഇന്ന് നമുക്കറിയാം ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് ധാരാളം ചാൻസ് കൂടുതലാണ്. അൾഷിമേഴ്സും പാർക്കിൻസൺസും ഇതേമാതിരിയുള്ള അസുഖങ്ങൾ, പെട്ടെന്നുള്ള കോവിഡ് മാതിരിയുള്ള വൈറസ് കാര്യങ്ങള്, ഇതെല്ലാം ഈ അടുത്ത തലമുറ ഫേസ് ചെയ്യുന്ന വലിയൊരു കാര്യം. കാരണം വെച്ചാൽ ഇന്ന് ആൾക്കാർക്ക് ഇമ്മ്യൂണിറ്റി ലെവൽ എന്ന് വളരെ കുറവാണ്.
ആൾക്കാരൊന്നും എന്തിൻ്റെയൊക്കെയോ പുറകെ ഓടുന്നുണ്ട്, പൈസ ഉണ്ടാക്കുന്നതിന്റെ പുറകെ ഓടുന്നുണ്ട്, പലതിന്റെ പുറകെ ഓടുന്നുണ്ട്. പക്ഷെ ഇവർക്ക് ആരും ഇമ്മ്യൂണിറ്റിയിൽ ശ്രദ്ധിക്കുന്നില്ല, പ്രതിരോധ ശേഷിയിൽ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പൊ വൈറസിനൊക്കെ ഏറ്റവും കൂടുതൽ അവന് കാശുകാരനാണെന്ന് നോക്കാറില്ല, അവൻ വലിയ വീട്ടിലെ ആളാണോ നോക്കാറില്ല. വൈറസിനെ സംബന്ധിച്ചിടത്തോളം അവന് ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത എല്ലാ ശരീരത്തും അവൻ കയറി പണിയെടുക്കും. അപ്പം എന്ത് ചെയ്യും, പെട്ടെന്ന് അസുഖം വരും. അപ്പൊ ഇവിടെയാണ് IMCയുടെ ഏറ്റവും വലിയൊരു മാസ്റ്റർ തിയറി വരുന്നത്. നമ്മൾ പ്രകൃതിയിലേക്ക് അടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനൊരു സൊല്യൂഷനായിട്ട് IMC പറഞ്ഞത്. അതായത് നമ്മൾ പ്രകൃതിയിലേക്ക് അടുക്കും തോറും നമ്മൾ ആശുപത്രിയിൽ നിന്ന് അകലം പാലിക്കും. അതായത് നമ്മുടെ ജീവിത രീതിയിൽ നിന്ന് അടുക്കും ചിട്ടയും കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ആശുപത്രിയിൽ നിന്ന് അകലം പാലിക്കാം. അതല്ല, നമ്മൾ പ്രകൃതിയിൽ നിന്ന് അകലുകയാണെങ്കിൽ നമ്മൾ ആശുപത്രിയിലേക്ക് അടുക്കും. ഇത് നമ്മൾ രണ്ടും നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷനാണ്. മനുഷ്യന് ബുദ്ധിയുള്ള മനുഷ്യനാണ്, മനുഷ്യന് ചിന്താശേഷിയുള്ള മനുഷ്യനാണ്. അവൻ തീരുമാനിക്കും എനിക്ക് എന്ത് വേണം, എനിക്ക് എന്ത് വേണ്ട. രോഗം വന്നിട്ട് നമ്മൾ എന്താ പറഞ്ഞ ചികിത്സിച്ചിട്ട് വലിയ കാര്യമില്ല. ഉദാഹരണത്തിന് നമുക്കറിയാം, ഇന്ന് നമ്മൾ ക്യാൻസർ പേഷ്യൻസ്, ഇഷ്ടംമാതിരി ക്യാൻസർ പേഷ്യൻസ് സിഗരറ്റ് വലിച്ചിട്ട് സ്മോക്കിങ്ങിൽ കൂടെ ക്യാൻസർ വരുന്ന ആൾക്കാർ, ഇനി അവർ ക്യാൻസർ വന്ന ശേഷം പറയാം ഞാൻ സ്മോക്കിംഗ് നിർത്തിക്കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ എപ്പോഴും നമ്മൾ ആരോഗ്യം വേണ്ട ആൾക്കാര് ആരോഗ്യമുള്ള സമയത്ത് ആരോഗ്യത്തെ പറ്റി ചിന്തിക്കുകയും എങ്ങനെയാണ് ആരോഗ്യം കിട്ടുന്നതിനെ പറ്റി പഠിക്കുകയും ആ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്താൽ മാത്രമേ ആരോഗ്യം ഉണ്ടാകുകയുള്ളൂ. സെയിം തന്നെയാണ് നമുക്ക് സമ്പത്ത് വേണമെങ്കിൽ, സമ്പത്ത് നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് സമ്പത്തിനെ പറ്റി ചിന്തിക്കുകയും സമ്പത്ത് എവിടെയാണോ ഉള്ളത് മനസ്സിലാക്കുകയും അതിന്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് സമ്പത്ത് കിട്ടുകയുള്ളൂ. അപ്പം ഇവിടെ നമ്മൾ വരുന്ന ഒരു പോയിന്റ് എന്താ വെച്ചാല്, ഈ ലോകത്ത് നമുക്ക് സമ്പത്തും ആരോഗ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താ വെച്ചാല്, ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ സത്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് പണം, രണ്ട് ആരോഗ്യം. ഇതില്ലെങ്കിൽ ആർക്കും ആരുമില്ല എന്നുള്ളതാണ്. ഇത് നമ്മൾ 100 വട്ടം നമ്മുടെ മനസ്സിനോട് നമ്മൾ തന്നെ പറയാം. ഈ ലോകത്തെ ഏറ്റവും വലിയ സത്യം ഒന്ന് പണം, രണ്ട് ആരോഗ്യം. ഇതില്ലെങ്കിൽ ആർക്കും ആരുമില്ല. എത്ര സ്നേഹിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, എത്ര കരുതുന്ന ആൾക്കാരായിക്കോട്ടെ, ഇവരൊക്കെ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഒരു കിടപ്പ് രോഗികളായി കഴിഞ്ഞാൽ, നമ്മൾ എത്ര സ്നേഹിക്കുന്ന ആൾക്കാരാണേലും അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങും ഇതിനൊന്ന് പെട്ടെന്ന് എടുക്കണേ എന്ന്. അത് നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ. നമ്മുടെ കയ്യിൽ പൈസയും കൂടെ ഇല്ലെങ്കിലോ മനുഷ്യ ജീവിതം വളരെ വളരെ ദുരിതമാണ്. ഇത് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ഇതാണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ അപകടം. ഈ അപകടം എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ പോകുന്ന വഴിയിൽ ഒരു കുഴിയുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, ബുദ്ധിയുള്ള ഡ്രൈവർ എപ്പോഴും ആ കുഴിയുള്ള ഭാഗം ഒഴിവാക്കിയിട്ട് ആ വണ്ടി ഓടിക്കുള്ളൂ. സെയിം തന്നെ നമ്മുടെ ജീവിതമാകുന്ന വണ്ടി നമ്മൾ ഓടിക്കുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന അപകടം എന്താണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് മാറി വണ്ടി ഓടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുള്ളൂ. ഇവിടെയാണ് IMCയുടെ പ്രസക്തി വരുന്നത്. നമുക്ക് ആരോഗ്യം വേണമോ, നമുക്ക് സമ്പത്ത് വേണമോ, ഇത് രണ്ടും നമുക്ക് തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് IMC. അപ്പൊ IMCയുടെ നമ്മുടെ ആരോഗ്യത്തെ പറ്റി, ഈ പ്രോഡക്ട്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഇത് രണ്ടും നമുക്ക് കിട്ടും. അപ്പൊ IMCയുടെ എന്താ പറഞ്ഞ പ്രോഡക്ട്സിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ, എല്ലാ പ്രോഡക്റ്റും ഞാൻ പറഞ്ഞു ആയുർവേദ പ്രോഡക്റ്റുകളാണ്. എല്ലാ പ്രോഡക്റ്റുകളും HACCP ഹസാർഡ് അനലൈസിസ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് സർട്ടിഫിക്കേഷൻസ് ഉള്ള പ്രോഡക്റ്റ് ആണ്. അതായത് യാതൊരു തരത്തിലുള്ള ബോഡിക്ക് ഹാം ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റും ഇതിനുള്ളിൽ ഇല്ല. രണ്ട് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സർട്ടിഫൈഡ് GMP സർട്ടിഫൈഡ് പ്രോഡക്റ്റ് ആണ്. പക്ക ക്വാളിറ്റി ഓറിയന്റഡ് പ്രോഡക്റ്റ് ആണ്. ഒട്ടുമിക്ക പ്രോഡക്റ്റുകളും ആയുർവേദിക് പ്രൊപ്രൈറ്ററി മെഡിസിൻ കാറ്റഗറിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് ഇതിന്റെ ഓരോ നിർമ്മാണ സ്റ്റേജിലും ഇതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് അതിന്റെ എക്സ്പയറി ആകുന്നത് വരെ അതിന്റെ സാമ്പിൾ കീപ്പ് ചെയ്ത് അത്രമാത്രം നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റുകളാണ് നമുക്കുള്ളത്. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് വെച്ചാല് IMC പ്രോഡക്റ്റ് വളരെ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ്. IMC പ്രോഡക്റ്റ് കോമ്പറ്റ് ചെയ്യാൻ ഇന്ന് മാർക്കറ്റിൽ ഈ വിലയ്ക്ക് വേറൊരു പ്രോഡക്റ്റ് ഇല്ലെന്ന ധൈര്യത്തോടെ നമുക്ക് പറയാൻ കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് IMCയുടെ പ്രോഡക്റ്റിന്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് അതിനകത്ത് ഏറ്റവും പലതരത്തിൽ 300-ൽ കൂടുതൽ പ്രോഡക്റ്റുകൾ IMCക്ക് ഉണ്ട് സ്വന്തം മാനുഫാക്ചറിംഗ് ലെവലിൽ. ഈ 300 പ്രോഡക്റ്റിൽ നമുക്ക് 4-5 കാറ്റഗറിയിലായിട്ടാണ് ഉള്ളത്. നമുക്ക് വെൽനസ് പ്രോഡക്റ്റ് ഉണ്ട്, നമുക്ക് കോസ്മെറ്റിക്സ് പ്രോഡക്റ്റ് ഉണ്ട്, പേഴ്സണൽ കെയർ പ്രോഡക്റ്റ് ഉണ്ട്, പിന്നെ നമുക്ക് ബ്യൂട്ടി കെയർ പ്രോഡക്റ്റുകളുണ്ട്, പിന്നെ മൃഗങ്ങൾക്ക് വേണ്ടുന്ന പ്രോഡക്റ്റ് ഉണ്ട്, അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ഉണ്ട്, കിഡ്സിന്റെ പ്രോഡക്റ്റ് ഉണ്ട്, ഇങ്ങനെ വൈഡ് റേഞ്ച് പ്രോഡക്റ്റ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്
വെൽനസ് മേഖല. പല ആൾക്കാർക്കും നമ്മൾ കാറ്റലോഗ് നോക്കുമ്പോൾ കാണാം കുറേ പ്രോഡക്റ്റുകൾ വെൽനസിൽ കാണാം. ഇതൊക്കെ എന്തിനാണ്, എന്താണ് എന്ന് ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. IMC പ്രോഡക്റ്റിനെ പറ്റി പഠിക്കാൻ ഒരു അരമണിക്കൂർ മനസ്സൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ IMCയുടെ എല്ലാ പ്രോഡക്റ്റുകളും, ഇനി വരാൻ പോകുന്ന പ്രോഡക്റ്റുകളും എല്ലാം നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. വെച്ചാൽ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു എന്താ പറയുക, ആ ക്രക്സ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നമുക്കറിയാം IMCയുടെ കാറ്റലോഗ് നോക്കിയ ആൾക്കാർ ഇതിനുള്ളിലുണ്ട്, IMCയുടെ വെബ്സൈറ്റ് നോക്കിയിരിക്കുന്ന ആൾക്കാർ ഇതിനുള്ളിലുണ്ട്. ധാരാളം പ്രോഡക്റ്റുകളെ പറ്റി പറയും. ഈ പ്രോഡക്റ്റ് എന്തിനാണ്, എങ്ങനെയാണെന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ വരും. അതിനൊന്നും ഒരു ആവശ്യമില്ല. ഇതിന്റെ ഈ കറക്റ്റ് ആയിട്ടുള്ള ആ പോളിസി ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഏത് പ്രോഡക്റ്റ് എന്തിനും നമുക്ക് ഉപയോഗിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അതിനുള്ളിൽ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ കമ്പനി ലെവലിൽ എല്ലാ ലെവലിലുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. നമുക്ക് ആയുർവേദ ഡോക്ടേഴ്സ് ഉണ്ട്, ഹോമിയോ ഡോക്ടേഴ്സ് ഉണ്ട്, പിന്നെ അലോപ്പതി ഡോക്ടേഴ്സ് ഉണ്ട്, എല്ലാ ടൈപ്പ് ഡോക്ടേഴ്സ് നമുക്കുണ്ട്. ഇവരുടെ ഒക്കെയും അഡ്വൈസ് നമുക്ക് സ്വീകരിക്കാം. കമ്പനിക്ക് തന്നെ അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. എന്തെങ്കിലും ഡോക്ടേഴ്സിനോട് ചോദിക്കാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ട്. അവരതെല്ലാം ആ പ്രോഡക്റ്റ് എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുള്ളതുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് വെച്ചാൽ ഞാൻ പറഞ്ഞ വെൽനസിനെ സംബന്ധിച്ച് പറഞ്ഞു. പിന്നെ നമ്മളെല്ലാം ആശുപത്രി പോകുന്ന ആൾക്കാരാണ്. ആശുപത്രി പോകാത്ത ആൾക്കാർ ആരുമില്ല ഇവിടെ. ഏതെങ്കിലും കാരണത്താൽ ആശുപത്രി പോയിട്ടുണ്ട്, എന്തെങ്കിലും രോഗമായിട്ടൊക്കെ. നമുക്കറിയാം, നമ്മൾ ആശുപത്രി പോകുമ്പോൾ നമ്മൾ ഡോക്ടറുടെ കാര്യങ്ങളെല്ലാം പറയും, എന്താ അസുഖം എന്ന് പറയും. ഡോക്ടർ നമുക്കൊരു അല്ലെങ്കിൽ അതിന്റെ മരുന്ന് തരും. പക്ഷെ നമ്മൾ ആരും ഡോക്ടറോട് ചോദിക്കാറില്ല എങ്ങനെയാണ് രോഗം വരുന്നത്. എങ്ങനെയാണ് രോഗം വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ. ഡോക്ടർ ഒട്ടോ വാർബർഗ്, നിങ്ങൾക്ക് സൈറ്റിൽ കയറി നോക്കിയാൽ അറിയാം. ഒട്ടോ വാർബർഗ് ഒരു ജർമ്മൻ സയന്റിസ്റ്റ് ആണ്. ക്യാൻസർ സെല്ലുകളെ കണ്ടുപിടിച്ച ഒരു സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്ന ഒരു വിശിഷ്ട വ്യക്തിയാണ്. അദ്ദേഹം എങ്ങനെയാണ് രോഗം വരുന്നത് എന്നുള്ളൊരു തിയറി അദ്ദേഹം പറയുന്നുണ്ട്. ആ തിയറി ഇന്നും ആപ്ലിക്കബിൾ ആണ്. ആ തിയറിയിൽ അദ്ദേഹം പറയാന്ന് വെച്ചാല് ഒരാളുടെ ശരീരത്തിന്റെ pH ലെവലാണ് അദ്ദേഹത്തെ രോഗം ഉണ്ടാക്കുന്നതും അദ്ദേഹത്തെ ആരോഗ്യം നിലനിർത്തും. നമുക്കറിയാം pH സ്കെയിൽ നമുക്കറിയാം 1 മുതൽ 14 വരെയാണ് അതിന്റെ pH സ്കെയിൽ ഉള്ളത്. അതിന്റെ ന്യൂട്രലിൽ വരുന്നതാണ് 7. 7ൽ കൂടുതലാണെങ്കിൽ ഒരു പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ pH 7ൽ കൂടുതലാണെങ്കിൽ നമ്മൾ അതിനെ ആൽക്കലൈൻ എന്നും, 7ൽ കുറവാണെങ്കിൽ അസിഡിറ്റി എന്നും പറയും. നമ്മുടെ ശരീരത്തിന് pH ഉണ്ട്. നമ്മുടെ ശരീരത്തിന്റെ pH ലെവല് നമ്മുടെ യൂറിൻ എടുത്ത് ടെസ്റ്റ് ചെയ്താൽ നമുക്കറിയാം നമ്മുടെ ശരീരത്തിന് എന്താണ് pH ലെവൽ എന്നുള്ളത്. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ pH ലെവല് 7ൽ കുറവാണെങ്കിൽ നമ്മുടെ ബോഡി അസിഡിറ്റി ആണ്. നമ്മുടെ ശരീരത്തിന്റെ pH ലെവൽ 7ൽ കൂടുതലാണെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ആൽക്കലൈൻ ആണ്. നമ്മുടെ ശരീരം ആൽക്കലൈൻ നേച്ചറാണ്. ഡോക്ടർ ഒട്ടോ വാർബർഗ് എന്താ പറഞ്ഞതെന്ന് വെച്ചാല് നമ്മുടെ ശരീരം അസിഡിറ്റിയിലാണ് നിലനിൽക്കുന്നതെങ്കിൽ, നമ്മുടെ ശരീരം പോകുന്ന അസിഡിറ്റി ലെവലിലാണെങ്കിൽ എല്ലാ രോഗങ്ങളും വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞത്. അതായത് നമ്മുടെ ശരീരം അസിഡിറ്റിക് നേച്ചർ ആണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ രോഗാണുക്കൾ കടന്നുകൂടാനും നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ വരാനുള്ള അവസരങ്ങൾ ധാരാളമുണ്ട്. പക്ഷേ നമ്മുടെ ശരീരം ആൽക്കലൈൻ ആണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ സെല്ലുകൾ പോലും നിലനിൽക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് വെച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ അസിഡിറ്റി ആൽക്കലൈൻ ലെവലാണ് ഒരാളെ ആരോഗ്യമുള്ളവനും രോഗിയാക്കി മാറ്റുകയും ചെയ്യുന്നത്. ഇതാണ് എൻ്റെ ബേസിക് പ്രിൻസിപ്പൾ. നമുക്കറിയാം അസിഡിറ്റിക്കായുള്ള ഒരു ശരീരത്തിൽ എങ്ങനെ നമുക്ക് ആൽക്കലൈൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇവിടെയാണ് IMCയുടെ ഏറ്റവും വലിയ പ്രത്യേകത. IMC പറയാൻ വെച്ചാൽ ഭക്ഷണമാണ് ഔഷധം, ഭക്ഷണമല്ലാതെ മറ്റൊരു ഔഷധവും ഇല്ല. നമ്മുടെ ഭക്ഷണമാണ് നമ്മുടെ ഔഷധം. നമ്മളിപ്പോ ഒരു കാർ ഓടിക്കുന്നു. നമ്മളൊരു കാർ ഓടിക്കാൻ നമുക്ക് യാത്ര ചെയ്യാനാണ് നമ്മൾ കാർ ഓടിക്കുന്നത്. ആ കാർ ഉണ്ടാക്കിയപ്പോൾ ആദ്യമേ ആ കാറ് റോട്ടിൽ ഇറങ്ങുമ്പോൾ ഒരു കുഴപ്പവും ആ കാറിനില്ല. ആ കാർ വളരെ പെർഫെക്റ്റ് ആണ്, ഓടിക്കാൻ സുഖമാണ്, നല്ല ഇതാണ്, നല്ല ഇതിൽ സ്മൂത്തിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. കുറെ കഴിയുമ്പോഴത്തേക്ക് ആ കാറിന് എഞ്ചിൻ പണി വരികയാണ്. കാരണം എന്താ, ആ കാർ ഓടുന്ന സമയത്ത് അതിനുള്ളിൽ കുറേ ഓട്ടം ചെല്ലുമ്പോൾ ഓടി 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 അതിൻ്റെ പലതും തേയ്മാനങ്ങൾ നടക്കും. അപ്പൊ അത് എന്താ പറയുക, അതിന്റെ എഞ്ചിനൊക്കെ പ്രവർത്തനരഹിതമായി മാറും. ഇനി ആ കാർ ശരിയായി സർവീസ് ചെയ്യുന്ന ഒരാളാണ് ഉള്ള ഡ്രൈവർ ആണെങ്കിൽ കൃത്യസമയത്ത് സർവീസ് ചെയ്യുന്നു, കൃത്യസമയത്ത് അതിന്റെ മെയിൻ്റനൻസ് എല്ലാം ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരു വണ്ടി നോക്കുന്ന ഒരു ഡ്രൈവർ ആണെങ്കിൽ അതിന് എഞ്ചിൻ പണി വരാൻ കുറേ താമസം എടുക്കും, അതിന് കേടുപാടുകൾ വരാൻ താമസം എടുക്കും. കാരണം അത് ഫ്രീക്വന്റ് ആയിട്ട് അത് സർവീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനുള്ളിലെ ഓരോ കാര്യങ്ങളും മാറ്റേണ്ട സമയത്ത് ഓയിൽ മാറ്റേണ്ട സമയത്ത് മറ്റുള്ള എല്ലാ പണികളും ചെയ്യും. അങ്ങനെ അത് ആ മെക്കാനിക്കിന്റെ അടുത്ത് കൊണ്ടേ കൊടുക്കുമ്പോൾ വർക്ക്ഷോപ്പിൽ അതിന് മാറ്റേണ്ട കാര്യങ്ങളെല്ലാം പീരിയോഡിക്കലായി മാറ്റി അത് സർവീസ് ചെയ്യുമ്പോൾ ആ കാറിന്
കാറിന് കൂടുതൽ ലൈഫ് കിട്ടുന്നു. ഇനി ഇതൊന്നും ഓയിലൊന്നും മാറ്റില്ല, അത് പോവുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തെ പിസ്റ്റൺ ഓയിലെല്ലാം കട്ടയാകും, ഇതിനുള്ളിലുള്ള പിസ്റ്റൺ എല്ലാം ശരിക്കും വർക്ക് ചെയ്യില്ല, മൈലേജ് കുറയും, അങ്ങനെ പെട്ടെന്ന് എഞ്ചിൻ പണി വരും. ഇതേമാതിരി തന്നെയാണ് നമ്മുടെ ലൈഫും. കാറ് നമുക്ക് സഞ്ചരിക്കാനുള്ള വാഹനമാണെങ്കിൽ നമ്മുടെ ശരീരം നമ്മുടെ ആത്മാവിന് സഞ്ചരിക്കാനുള്ള വാഹനമാണ്. ഇത് മറക്കരുത്. നമുക്ക് സഞ്ചരിക്കാൻ കാറുണ്ടെങ്കിൽ നമ്മുടെ ആത്മാവിന് സഞ്ചരിക്കാനുള്ള വാഹനമാണ് നമ്മുടെ ശരീരം. അപ്പൊ അത് പ്രോപ്പറായിട്ട് സർവീസ് കൊടുത്ത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ എക്സ്റ്റൻഷൻ കൂടുതൽ കാലം നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് കഴിയും. അതിലെന്താ, കാറിൽ ആയിട്ട് സർവീസ് നടത്തി. അപ്പൊ നമ്മുടെ ശരീരത്തെ ചെയ്യേണ്ടത്, നമ്മൾ പ്രോപ്പറായിട്ട് ഇത് സർവീസ് നടത്തണം. നമുക്കറിയാം, നമ്മള് കൃത്യസമയത്ത് കൊണ്ടേ നമ്മൾ കാറ് സർവീസ് ചെയ്യും. കാരണം വെച്ചാല് നമ്മള് കാശ് കൊടുത്ത് വാങ്ങിയതാണ്. പക്ഷെ നമ്മളെ സർവീസ് ചെയ്യാൻ മടുക്കും, കാരണം വെച്ചാൽ നമ്മളെ കാശ് കൊടുക്കാതെ കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യുക. അവിടെയാണ് IMCയുടെ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ വരുന്നത്. ഉടൽ നന്നായാൽ ഉടൽ നന്നായി. നമ്മൾ ശരിയായ രീതിയിൽ നമ്മുടെ ശരീരത്തെ നമ്മൾ സർവീസ് ചെയ്യുകയാണെങ്കിൽ, പ്രോപ്പറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ലൈഫ് നമുക്ക് കൂടുതൽ എക്സ്റ്റൻഷൻ കിട്ടും. അപ്പൊ ഇവിടെ നമ്മുടെ ഭക്ഷണ രീതി, നമ്മളുള്ള കാറിന് നമ്മൾ നല്ല ഫ്യൂൽ ഒഴിക്കണം. പെട്രോൾ കാറാണെങ്കിൽ നല്ല പെട്രോൾ ഒഴിക്കണം. മണ്ണെണ്ണ ഒഴിക്കുന്നെങ്കിലോ കുറച്ചുകൂടും, പക്ഷെ പെട്ടെന്ന് കേടുവരും. സെയിം തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ശരീരത്തിന്റെ ഫ്യൂവൽ, ഇന്ധനം. ആ ഇന്ധനം നല്ലതാണെങ്കിൽ അതിന്റെ ക്വാളിറ്റി അനുസരിച്ചാണ് നമ്മുടെ എഞ്ചിൻ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഭക്ഷണമാണ് ഔഷധം. ടേസ്റ്റ് അല്ല നോക്കേണ്ടത്, ഭക്ഷണത്തിന്റെ ക്വാളിറ്റിയാണ് നോക്കേണ്ടത്. ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസും ഒക്കെയാണ് നോക്കേണ്ടത്. അത് വളരെ കുറച്ച് മതിയാവുമായിരിക്കും. അതല്ലാതെ കുറെ വലിച്ച് തിന്നിട്ടൊന്നും കാര്യമില്ല. അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുന്ന ഫ്യൂവൽ, നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുന്ന ഭക്ഷണം വളരെ വളരെ പ്രധാനപ്പെട്ടാണ്. അത് ആൽക്കലൈൻ നേച്ചർ ഉള്ളതാണെങ്കിൽ നമുക്ക് അസുഖത്തിൽ നിന്ന് മാറാൻ കഴിയും. അത് അസിഡിറ്റിക് നേച്ചർ ഉള്ളതാണെങ്കിൽ നമ്മൾ അസുഖത്തിലേക്ക് അടുക്കും. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അസിഡിറ്റി ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത്. കാരണം ഏതൊക്കെ അസിഡിറ്റി ഉണ്ടാകുന്നത്? നമുക്ക് എണ്ണയിൽ പൊരിച്ചത്, ബേക്കറി സാധനങ്ങള്, പഴക്കം ചെന്നത്, അതേമാതിരി തന്നെ ഡീപ്പ് ഫ്രൈ ആയിട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങള്, അങ്ങനെയുള്ള ധാരാളം അസമയത്തുള്ള ഭക്ഷണങ്ങള്, പിന്നെ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ്, പുകവലി, അമിതമായിട്ടുള്ള മദ്യപാനം, ഇതെല്ലാം നമ്മുടെ ഉറക്കമില്ലായ്മ, പ്രോപ്പറായിട്ട് എക്സർസൈസ് ഇല്ലായ്മ, നെഗറ്റീവായിട്ടുള്ള തോട്ട്സ്, ഇതെല്ലാം നമ്മുടെ ശരീരത്തെ നേരിട്ട് വർദ്ധിപ്പിക്കും. അങ്ങനെ നമ്മുടെ അസിഡിറ്റി വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിൽ പുളിച്ചിത്തകെട്ടുണ്ടാവും, നെഞ്ചെരിച്ചിലുണ്ടാവും. ഇങ്ങനെ നമുക്ക് എന്ത് കഴിച്ചാലും നമുക്കൊരു എപ്പോഴും ഒരു ഉറക്കമായിട്ട് നടക്കുമായിരിക്കും. ഒന്നിലും ഒരു താല്പര്യം ഉണ്ടാവില്ല. നമ്മളൊരു അലസൻ മനോഭാവമായിട്ട് ഇങ്ങനെ മാറും. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ചേഞ്ച് ചെയ്ത് നോക്കുക. അപ്പൊ നമ്മൾ ആൽക്കലൈൻ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ചു നോക്കുക. പഴവർഗ്ഗങ്ങള്, പച്ചക്കറി, നേരത്തെ സമയത്തുള്ള ഭക്ഷണങ്ങള്, എക്സർസൈസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ആന്റി ഓക്സിഡന്റ് ഫുഡുകള്, ഇതൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനെയും ആൽക്കലൈൻ നേച്ചർ കൂടും. ആൽക്കലൈൻ നേച്ചർ കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അത് റിഫ്ലക്ട് ചെയ്യും, നമ്മുടെ സ്കിന്നിൽ അത് റിഫ്ലക്ട് ചെയ്യും, നമ്മുടെ നടപ്പിലും എടുപ്പിലും എല്ലാം അത് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ അവിടെയാണ് ഭക്ഷണം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഭക്ഷണം. നമ്മളെല്ലാ ആൾക്കാരും വെച്ചാൽ നമ്മുടെ ഈ തൊണ്ടയിലെ ചെറിയൊരു ഗ്രന്ഥിയുണ്ട്, ഈ ടേസ്റ്റ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ടേസ്റ്റ് അറിയുന്ന ഗ്രന്ഥി. ഈ ഗ്രന്ഥിയെ സുഖിപ്പിക്കാനാണ് നമ്മൾ ഈ ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. പക്ഷെ ആ ഗ്രന്ഥി അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് ആമാശയത്തിൽ ചെന്ന എല്ലാം തുല്യമാണ്. അപ്പൊ ആമാശയം ചോദിക്കുന്ന ടേസ്റ്റ് നോക്കിയിട്ടല്ല ശരീരത്തിൽ അതിന്റെ റിസൾട്ട് വരുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസും ഇങ്ങനെയുള്ള ന്യൂട്രീഷൻസ് ഐറ്റംസ് ആണ് നമ്മുടെ ബോഡിക്ക് വേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് വെച്ചാൽ, IMCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോളിസി എന്താ വെച്ചാൽ, ഭക്ഷണമാണ് ഔഷധം, ഭക്ഷണമല്ലാതെ മറ്റൊരു ഔഷധവും ഇല്ല. രണ്ടാമത്തെ പോളിസിയാണ്, നമ്മൾ കുടൽ നന്നായാൽ നമ്മൾ ഉടൽ നന്നായി. നമ്മൾ എപ്പോഴും നമ്മളിപ്പോ ഒരു വണ്ടി ഓടിക്കുന്ന ഒരാളാണെങ്കിൽ കുറെ കഴിയുമ്പോഴത്തേക്ക് പുക വരുമ്പോൾ നമ്മൾ എന്താ പറയാ, അത് എഞ്ചിൻ പണിയായി. കാരണം വെച്ചാൽ അതിനുള്ളിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഫ്യൂല് ശരിയായിട്ട് അത് കത്തുന്നില്ല, അതിനുള്ളിൽ കുറെ വേസ്റ്റ് ആവുന്നു, അതാണ് പുക വരുന്നതിന്റെ കാരണം. അപ്പൊ അതിന്റെ എഞ്ചിൻ പണി എന്ന് പറയും. സെയിം തന്നെ നമ്മുടെ ശരീരത്തിൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അത് റിഫ്ലക്ട് ചെയ്യും, നമ്മുടെ മോഷൻ ക്ലിയർ ആവില്ല. അതുകൊണ്ട് പലതരത്തിലുള്ള അസുഖങ്ങൾ വരും. മലബന്ധമാണ്
ഒട്ടുമിക്ക അസുഖത്തിന്റെയും സ്റ്റാർട്ടിങ് സ്റ്റേജ്. കാരണം വെച്ചാൽ ശരിയായ രീതിയിൽ നമ്മൾ നമ്മുടെ വയറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഭക്ഷണം ശരിയായ രീതിയിൽ അത് പ്രവർത്തിക്കാത്തത് കൊണ്ട് അതിനുള്ളിൽ എന്താ പറയുക കോൺസ്റ്റിപ്പേഷൻ വരുന്നു, മലബന്ധം വരുന്നു. ഇത് നമ്മുടെ എല്ലാ ജീവിതത്തെയും ബാധിക്കും. അപ്പൊ അവിടെ നമുക്കറിയാം നമ്മൾ ഈ ലോകത്തെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ രാവിലെ നമ്മുടെ ശരിക്കും വയറ്റിൽ നിന്ന് പോവുക എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായുള്ള കാര്യം. കാരണം നമുക്കറിയാം അത് പ്രോപ്പറായിട്ട് നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് എല്ലാ കാര്യത്തിലും ടെൻഷൻ ആയിരിക്കും, ഒന്നിലും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, എപ്പോഴും നമുക്ക് ദേഷ്യമായിരിക്കും. കാരണം വെച്ചാൽ നമ്മുടെ ഇന്റേണൽ സിസ്റ്റംസ്, നമ്മുടെ കുടൽ സിസ്റ്റം ഒന്ന് ശരിക്കും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആരോഗ്യത്തിൽ അത് ബാധിക്കും. അതുകൊണ്ടാണ് IMC പറയുന്നത് കുടൽ നന്നായാൽ ഉടൽ നന്നായി. നമ്മുടെ കുടൽ സിസ്റ്റം കറക്റ്റ് ആണെങ്കിൽ, നമ്മുടെ ദഹന പ്രക്രിയ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഒരുമാതിരിപ്പെട്ട അസുഖങ്ങൾ വരില്ല. അതേമാതിരി തന്നെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ കുടിക്കുന്ന വെള്ളം, ആൽക്കലൈൻ അടങ്ങിയിരിക്കുന്ന വെള്ളം നമ്മൾ മാക്സിമം കഴിക്കുക. IMCയിൽ നല്ലൊരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്, എല്ലാ ആൾക്കാരും ഇത് വാങ്ങി ഉപയോഗിക്കണം. നമ്മുടെ ആൽക്കലൈൻ വാട്ടർ ബോട്ടിൽ, ഇത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. ഇതിനുള്ളിൽ വെള്ളം നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. നിങ്ങൾ ഒഴിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ആൽക്കലൈൻ അതിന്റെ pH ഒന്ന് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ആ വെള്ളം നിങ്ങളൊന്ന് ടെസ്റ്റ് കഴിഞ്ഞാൽ അതിനുള്ളിൽ ആൽക്കലൈൻ വാല്യൂ എപ്പോഴും 7ൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മൾ കുടിക്കുന്ന വെള്ളം നമുക്കൊരു ഔഷധമാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഡോക്ടർ BM ഹെഗ്ഡെ, മംഗലാപുരത്തുള്ള ഡോക്ടറാണ്, അദ്ദേഹം പത്മഭൂഷൺ കിട്ടിയിരിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ ധാരാളം വീഡിയോസ് നമുക്കുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് വെച്ചാൽ നമ്മൾ ഒരു ദിവസം 3 ലിറ്ററിൽ കൂടുതൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ 99% അസുഖങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ കഴിക്കുന്ന വെള്ളം നമുക്കൊരു മെഡിസിനായി മാറും. നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ വളരെയധികം ബാധിക്കും. അതുകൊണ്ട് IMCയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാരോടും ഞാൻ പറയുന്നതാണ്, ഇനി നിങ്ങൾ പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ വാങ്ങണം. കാരണം വെച്ചാൽ നമ്മൾ വളരെ കഴിക്കുന്ന വെള്ളം നമുക്ക് ഒരു ആൽക്കലൈൻ ആക്കി മാറ്റാൻ കഴിയും. നമ്മുടെ അസിഡിറ്റിക് നേച്ചർ നമ്മൾക്ക് മാറ്റാൻ കഴിയും. അപ്പൊ നമ്മൾ കുടിക്കുന്ന വെള്ളം നമ്മൾ ഇതിനുള്ളിൽ ഒഴിച്ചാൽ, ഇതിനുള്ളിൽ ബോൾ സിസ്റ്റം ഉണ്ട്, ഇതിനുള്ളിൽ അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പ്രോഡക്റ്റ് ഡെമോയിൽ കാണാം. ഇതിനുള്ളിൽ ധാരാളം സ്റ്റോൺസ് ഉണ്ട്. ആ സ്റ്റോൺസിൽ തട്ടുമ്പോൾ ഇതിനുള്ളിൽ വെള്ളം ചിലത് ആൽക്കലൈറ്റ് മാറും. അപ്പൊ നമ്മൾ കഴിക്കുന്ന വെള്ളം തന്നെ നമ്മുടെ ഒരു മെഡിസിൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം നമ്മൾ ആൽക്കലൈൻ വാല്യൂ കൂട്ടുമ്പോഴത്തേക്കും നമ്മുടെ അസിഡിറ്റി മാറും. ഇങ്ങനെയാണ് നമ്മുടെ ഇത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളിതെല്ലാം കഴിഞ്ഞാലും ശരി, നമ്മൾ ഈ ലോകത്താണ് ജീവിക്കുന്നത്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുക എല്ലാം നമുക്ക് ആൽക്കലൈൻ ആണോ അസിഡിറ്റി ആണോ നോക്കിയിട്ടൊന്നും നമുക്ക് ജീവിക്കാൻ കഴിയില്ല. കാരണം ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോസിബിൾ. അത് ഇമ്പോസിബിൾ ആണ്. പക്ഷെ നമുക്ക് കിട്ടുന്ന നേരത്ത് ശരിക്കും പ്രോപ്പറായിട്ട് സമയത്ത് കഴിച്ചോണമെന്ന് പറ്റില്ല. പല നേച്ചറുണ്ടാവും. ഇതൊക്കെ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ 100% ശരിയായിക്കോണമെന്നില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മൾക്ക് പറ്റുന്നത്രയും നോക്കുക. ഇനി അങ്ങനെ വന്നില്ലെങ്കിൽ നമ്മൾ അസിഡിറ്റി നേച്ചർ കൂടും. നമ്മുടെ ജീവിത ശൈലി എങ്ങനെയാണ്. അപ്പൊ അസിഡിറ്റി നേച്ചർ കൂടി കഴിയുമ്പോൾ നമ്മുടെ ശരീരം ഇന്റേണലായിട്ട് നമുക്ക് പല ഇത് വരുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബോഡി ക്ലീൻ ചെയ്യാന്നുള്ള ഇന്റേണൽ പാർട്ട് ക്ലീൻ ചെയ്യാന്നുള്ള. അതാണ് ഞാൻ പറഞ്ഞത്, കുടൽ നന്നായാൽ ഉടൽ നന്നായി. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ ക്ലീൻ ദ ബോഡി. നമുക്കറിയാം, നമ്മളൊരു വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ ടൂർ പോയിട്ട് നമ്മൾ വീട്ടിൽ വരുമ്പോൾ ആദ്യം നമ്മൾ വീടൊക്കെ ഒന്ന് അടിച്ചു വരും, ക്ലീൻ ആക്കും. ഇപ്പൊ ബെഡ്റൂമിലാണെങ്കിൽ നമ്മൾ ബെഡ്ഷീറ്റ് എല്ലാം മാറ്റും, നമ്മളത് ക്ലീൻ ആക്കും. അടുക്കളയിലാണെങ്കിൽ നമ്മൾ പാത്രം എല്ലാം കഴുകിയിട്ടായിരിക്കും നമ്മൾ രണ്ടാമത് എന്നത് കുക്ക് ചെയ്യാം. സെയിം തന്നെ നമുക്ക് ആരോഗ്യം വേണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാര് ആദ്യം ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ അവന്റെ ശരീരം ക്ലീൻ ചെയ്യുക ഇന്റേണൽ ആയിട്ട്. നമുക്കറിയാം, ഇന്ന് ആൾക്കാരെല്ലാം പുറമെ കഴുകി എല്ലാം വൃത്തിയാണ്, അടിപൊളി ഷർട്ട് ഇടും, അടിപൊളി സാരി ചുരിദാർ എല്ലാം ഉപയോഗിക്കും. പക്ഷെ ഇന്റേണൽ ആയിട്ട് കിഡ്നി പോക്കായിരിക്കും, ലിവർ പോക്കായിരിക്കും, എല്ലാ സിസ്റ്റം പോക്കായിരിക്കും. ശരിക്കും മര്യാദയ്ക്ക് മോഷണം കൂടി ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ അടിപൊളി ഷർട്ടും സാരിയൊക്കെ ചുറ്റി നടക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താ വെച്ചാല്, നമ്മൾക്ക് വേണ്ടത് നമ്മുടെ ഇന്റേണൽ സിസ്റ്റം, നമ്മുടെ ബോഡി ശരിയായി വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം വേണ്ടത് ക്ലീൻ ദ പ്രോഡക്റ്റ്. IMCയിലെ പ്രോഡക്റ്റില് നമ്മൾ പല 3-4 ഡിവിഷനായിട്ട് തിരിക്കാം. ഒന്ന് നമ്മുടെ ക്ലെൻസിങ് പ്രോഡക്റ്റുകളാണ്. ശരീരം നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ട ധാരാളം പ്രോഡക്റ്റ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. ഒന്നാമത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഗോമൂത്രം. ഗോമൂത്രം വളരെ നല്ലൊരു ക്ലീനിങ് പ്രോഡക്റ്റ് ആണ്. ഗോമൂത്രം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാർക്കും ഒരു നെറ്റിച്ചുളിക്കും, ഇതെന്തോ വലിയ സംഖ്യയാണ്, അങ്ങനെയാണ്. അതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ട. ആയുർവേദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണ് ഗോമൂത്രം. അതിന് കുറെ ആൾക്കാർ അതിനെ എതിർക്കുന്നുണ്ടാവും, എതിർക്കാതിരിക്കുന്നുണ്ടാവും. പക്ഷേ 5000-ൽ കൂടുതൽ വർഷം പഴക്കമുള്ള ഒരു ലൈഫ് സയൻസിനുള്ളിൽ ഇതൊരു നിർണായകമായുള്ള ഘടകമാണ്.
ആണ്. നമ്മൾ ഗോമൂത്രം നേരിട്ടല്ല വരുന്നത് എടുക്കുന്നത്. ഗോമൂത്രം നമ്മൾ അതിനുള്ളിൽ നാടൻ പശുവിന്റെ അലഗിർവൻ ഇനത്തിൽപ്പെട്ട പശുവിന്റെ മൂത്രം നാച്ചുറൽ ആയിട്ട് അതിനെ വളർത്തി അതെടുത്ത് വാറ്റി ഡിസ്റ്റിൽ ചെയ്തിട്ട് എടുക്കുന്നത്. 1 ലിറ്റർ വാറ്റിയാൽ 25 ml കിട്ടുള്ളൂ എന്ന് പറഞ്ഞത്. അതായത് അത് ഡിസ്റ്റിൽ ചെയ്ത് ബാക്ടീരിയ ഫ്രീ ആക്കിയിട്ടാണ് നമുക്ക് അതിനുള്ളിൽ എടുക്കുന്നത്. നേരിട്ട് ഒരിക്കലും പശുവിന്റെ മൂത്രം കഴിക്കാൻ പാടില്ല. കാരണം വെച്ചാൽ അത് എന്തെങ്കിലും ബാക്ടീരിയ വൈറസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വരും. അതുകൊണ്ട് ആ രീതിയിലല്ല, നമ്മൾ വളരെ സയന്റിഫിക് ആയിട്ട് ഇത് ഡിസ്റ്റിൽ ചെയ്ത ശേഷം അപ്പൊ അതിനുള്ളിൽ അതിലുള്ള ഈ മെഡിസിൻ പ്രോപ്പർട്ടി, അതിനുള്ള ധാരാളം എന്താ പറയുക പ്രോപ്പർട്ടീസ് ഉണ്ട്, മൂലകങ്ങളുണ്ട്. അത് മാത്രം മാറ്റിയെടുത്തിട്ട് നമ്മൾ എടുക്കുക. എന്നിട്ട് അത് അതിനുള്ളിൽ ഏലക്കായും തുളസി എല്ലാം ആഡ് ചെയ്തിട്ട് ഒരു പ്രൊപ്പറേറ്ററി മെഡിസിൻ ആയിട്ടാണ് നമ്മൾ മാർക്കറ്റിൽ എത്തിയിരിക്കുന്നത്. ഇതിന്റെ ഗുണം എന്താ വെച്ചാൽ, ഇത് കഴിക്കേണ്ട രീതി എന്ന് വെച്ചാൽ ഒരു ദിവസം 15 ml മതി, മാക്സിമം 15 ml. പൊതുവെ അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ 15 ml രാവിലെ വെറും വയറ്റിൽ 50 ml വെള്ളത്തിൽ 2-3 തുള്ളി തുളസിയും നമ്മുടെ സ്ത്രീ തുളസിയും കൂടി ഇട്ടിച്ചിട്ട് അത് കഴിക്കുക. അത് വളരെ നല്ലൊരു റിസൾട്ട് തരും. ആദ്യമേ ചില ആൾക്കാർക്ക് ഒരു റിയാക്ഷൻ ഒക്കെ വരാം, ചിലപ്പം പനിയോ അതല്ലെങ്കിൽ തലവേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വയറുവേദനയൊക്കെ ചില ആൾക്കാർക്ക് വരാം. അത് പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ഡോസ് കുറച്ചാൽ മതി. 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് നോർമൽ ആയിക്കോളും. അങ്ങനെ നമ്മൾ സ്ഥിരം ഒരു ബോട്ടിൽ കഴിയുന്നവരെ 500 ml അല്ലെങ്കിൽ 1 ലിറ്റർ വരെ കഴിഞ്ഞ് നമ്മൾ കഴിയുമ്പോഴത്തേക്ക് 1-2 മാസം ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡി മൊത്തം ക്ലീൻ ആവും. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാർക്കും അതിന് അനുഭവം പറയാനുണ്ടാവും. അത് ഏറ്റവും നല്ല വെച്ചാൽ പല അസുഖങ്ങൾക്ക് വളരെ നല്ലതാണ്. ഉദര സംബന്ധമായുള്ള പല അസുഖങ്ങൾക്കും വളരെ നല്ലതാണ്. മോഷൻ അത് കറക്റ്റ് ചെയ്യും. അതേമാതിരി തന്നെ പ്രഷറിന് വളരെ നല്ലതാണ്. അതേമാതിരി തന്നെ ഷുഗറിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഹാർട്ടിന് വളരെ നല്ലതാണ്. ഞരമ്പ് സംബന്ധമായുള്ള കാര്യങ്ങൾക്ക്, നീർക്കെട്ടലിന് ഇത് വളരെ നല്ലതാണ്. ക്യാൻസർസ് ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. സൈനറ്റൈസിന് ഇത് വളരെ നല്ലതാണ്. സോറിയാസിന് ഇത് വളരെ നല്ല പ്രോഡക്റ്റ് ആണ്. ഡിസീസ് ഫ്രീ എന്നാണ് ഞാൻ ആയുർവേദത്തിൽ പറഞ്ഞത്. ഡിസീസ് ഫ്രീ ലൈഫ്. ഒരാള് ഒരു അസുഖമില്ലാതെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആയുർവേദത്തിൽ പറയുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഗോമൂത്രം. ശുദ്ധീകരിച്ച ഗോമൂത്രം ദിവസം 15 ml വെറും വയറ്റിൽ കഴിച്ചു കഴിഞ്ഞാൽ ഒട്ടനവധി അസുഖങ്ങൾ ഇത് അവോയ്ഡ് ചെയ്യും. കാരണം വെച്ചാൽ ഇതിനുള്ളിൽ നടക്കുന്ന വെച്ചാൽ ഞാൻ ഒരു ഡെമോ നിങ്ങൾ നേരിട്ട് കാണാൻ ഞാൻ കാണിച്ചു തരാം. അതിന്റെ ആൽക്കലൈൻ വാല്യൂ, ഗോമൂത്രത്തിന്റെ ഡിസ്റ്റിൽ ചെയ്തിരിക്കുന്ന നമ്മുടെ ഗോമൂത്രത്തിന്റെ ആൽക്കലൈൻ വാല്യൂ 10 ആണ്. 10 എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ നോർമലി 7 മതി. പക്ഷെ നമ്മൾ ആൽക്കലൈൻ വാല്യൂ വെച്ചാൽ 10 ആണ്. നമ്മുടെ അസിഡിറ്റി ന്യൂട്രലൈസ് ചെയ്യാൻ ഏറ്റവും വേണ്ട വെച്ചാൽ ആൽക്കലൈൻ കൂടുതൽ കഴിക്കുക എന്നുള്ളതാണ്. അതാണ് അതിനുള്ളിൽ നടക്കുന്ന പ്രിൻസിപ്പിൾ. നമ്മുടെ അസിഡിറ്റി ഒഴിവാക്കാൻ ഏറ്റവും വേണ്ട വെച്ചാൽ നമ്മുടെ ആൽക്കലൈൻ കൂടുതൽ നമ്മൾ കഴിക്കുക. അപ്പോൾ ആൽക്കലൈൻ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അസിഡിറ്റി മാറും. ആ ഗോമൂത്രത്തിന്റെ അസിഡിറ്റി pH ലെവൽ 10 ആണ്. അപ്പം എന്ത് ചെയ്യും, ഹൈ ആൽക്കലൈൻ പ്രോഡക്റ്റ് ആണ്. അപ്പം എന്ത് ചെയ്യും, നമ്മളത് കഴിക്കുമ്പോഴത്തേക്ക് നമ്മളെല്ലാം അസിഡിറ്റി മാറും. അതാണ് ഇതിനുള്ളിൽ ഒരു മെഡിസിൻ വാല്യൂ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഗോമൂത്രം പല അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ആയുർവേദത്തിലെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണ് ഗോമൂത്രം. ശുദ്ധീകരിച്ച ഗോമൂത്രമാണ്. അതല്ലാതെ നേരിട്ട് എടുക്കുന്നല്ല. സ്മെല്ല് കാര്യങ്ങളൊന്നും അതിനുള്ളിൽ ഉണ്ടാവില്ല. ഇനി എന്തെങ്കിലും ചെറിയ ലൈറ്റായിട്ട് ആൾക്കാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു 2-3 തുള്ളി തുളസി, നമ്മുടെ സ്ത്രീ തുളസി കൊണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ അതും ഉണ്ടാവില്ല. രാവിലെ വെറും വയറ്റി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി മൊത്തം ക്ലീൻ ആവും. നമ്മുടെ വയറ്റിൽ നമ്മൾ കഴിച്ച ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നല്ലൊരു മോഷൻ കിട്ടും. അത് നമ്മുടെ പലതരത്തിലുള്ള നമ്മുടെ എന്താ പറഞ്ഞ ജീവിതത്തിലെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളെയും അത് വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഗോമൂത്രം. നെക്സ്റ്റ് നമ്മൾ ഒരു ക്ലീനിങ് പ്രോഡക്റ്റ് ആയിട്ട് എടുക്കുന്ന വെച്ചാൽ അലോവേരയാണ്. അലോവേര ഫൈബർ കണ്ടന്റ് കൂടുതലാണ്. പലതരത്തിലുള്ള അലോവേര ഉണ്ട്. അതിൻ്റെ അകത്ത് അലോ ബാർബഡൻസ് മില്ലർ എന്നുള്ള സ്പീഷീസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സ്വന്തം ഫാമിൽ തന്നെയുള്ളതാണ്. വളരെ പൊല്യൂട്ടഡ് ഫ്രീ ആയിട്ടുള്ള ഏരിയയിലാണ് നമ്മുടെ ഇതിലെ ഫാം എല്ലാം നടക്കുന്നത്. അതുകൊണ്ടാണ് അതിന്റെ ക്വാളിറ്റിയിൽ അത്ര വ്യത്യാസം വരുന്നത്. വളരെ അതിന്റെ സ്റ്റെബിലൈസ് രീതിയിലാണ് വരുന്നത്. അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മളത് ഫ്രിഡ്ജിൽ വെക്കണം. ഒരു ദിവസം കഴിക്കേണ്ട അളവ് വെച്ചാൽ 30 ml ആണ്. നമ്മുടെ ഇതിന്റെ ക്യാപ്പ് എല്ലാം 30 ml ആണ്. 30 ml 200 ml വെള്ളത്തിൽ, ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കുക. അത് ഒന്നില്ലെങ്കിൽ വെറും വയറ്റിൽ രാവിലെ കഴിക്കുക, അതല്ലെങ്കിൽ രാത്രി കിടക്കാൻ നേരത്ത് കഴിക്കാം. ഇതുകൊണ്ട് വരുന്ന ഒരു ഗുണം എന്ന് വെച്ചാൽ, ഇത് നമ്മുടെ അലോവേരയുടെ ഗുണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മുടെ മഹാത്മാഗാന്ധിജിയുടെ ഒരാൾ ചോദിച്ചു, മഹാത്മാവിന്റെ ഈ ആരോഗ്യത്തിന്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് വെച്ചാൽ, ഞാൻ പരിചയപ്പെട്ടിരിക്കുന്ന അഹിംസയിലുള്ള വിശ്വാസവും ആഫ്രിക്കയിലായിരുന്നപ്പോൾ പരിചയപ്പെട്ട അലോവേരയുമാണ് എൻ്റെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്ന് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്. അതായത് അലോവേര അത്രമാത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നല്ല സൗന്ദര്യ പ്രോഡക്റ്റ് ആണ്. അതൊരു എന്താ പറഞ്ഞ മുറിവുകൾ അണക്കാനുള്ള ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ധാരാളം മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് അലോവേര. നമ്മൾ ലിവറിന് വളരെ നല്ലതാണ്. നമ്മുടെ ഇന്റേണൽ സിസ്റ്റം ക്ലീൻ ചെയ്യാൻ വളരെ നല്ലതാണ്. അത് ഒരു നാച്ചുറൽ ഡി അഡിക്ഷൻ ആയിട്ടും പ്രവർത്തിക്കും. അതായത് മദ്യാസക്തി, പുകവലിയുടെ ആസക്തിക്കുള്ള ആൾക്കാർക്കാണെങ്കിൽ നാച്ചുറൽ ഡി അഡിക്ഷൻ ആയിട്ട് ഇത് വർക്ക് ചെയ്യും.
ലിവറിന് വളരെ ഫങ്ഷനിങ് വളരെ നല്ലതാണ്. നല്ലൊരു ക്ലീനിങ് പ്രോഡക്റ്റ് ആണ്. വെയിറ്റ് മാനേജ് ചെയ്യാൻ വളരെ നല്ലതാണ്. നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് കട്ട് ചെയ്യാനൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. അലോവേര നല്ലൊരു പ്രോഡക്റ്റ് ആണ്. ഉപയോഗിക്കേണ്ട അളവ് വെച്ചാൽ 30 ml രാവിലെ വെറും വയറ്റില് അല്ലെങ്കിൽ രാത്രി കിടക്കാൻ നേരത്തെ 200 ml വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കുക. വെള്ളം കൂട്ടി കഴിക്കണം. ഇല്ലെങ്കിൽ വെച്ചാൽ നമ്മുടെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ അതിനുള്ളിൽ എന്താ പറയുക കളർ മാറ്റം ഉണ്ടാവും. അവിടെ നമ്മളൊരു കാര്യം കൂടെ പോയിന്റ് ചെയ്യുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് വെച്ചാൽ നമ്മുടെ ആരോഗ്യം കൂടുതൽ നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ എപ്പോഴും അവൻ യൂറിൻ പാസ് ചെയ്യുമ്പോൾ അതിന്റെ കളർ ഒന്ന് ശ്രദ്ധിക്കുക. അതിന്റെ കളർ എപ്പോഴും ഒരു ഗ്രേ കളറിൽ ഒരു വെള്ള കളറിൽ പോകുന്നില്ലെങ്കിൽ, കളർ മാറി മഞ്ഞ കളറാണ് പോകുന്നെങ്കിൽ നമ്മുടെ ശരീരത്തെ ഡീഹൈഡ്രേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നതിന്റെ അർത്ഥം. അങ്ങനെ കളർ ഒരു മഞ്ഞ കളറിലേക്ക് വരുന്നെങ്കിൽ ഉടനെ തന്നെ നമ്മൾ 2-3 ഗ്ലാസ് വെള്ളം നമ്മൾ കുടിക്കണം. എപ്പോഴും നമ്മളെ യൂറിൻ എപ്പോഴും ഒരു ഗ്രേ കളറിൽ പോകാത്ത രീതിയിൽ നമ്മൾ വെള്ളം കുടിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ശീലം ശ്രദ്ധിച്ചാൽ ഒട്ടനവധി അസുഖങ്ങൾ നമുക്ക് മാറ്റാൻ കഴിയും. ഇത് ഞാൻ പറയുന്നല്ല, നമ്മുടെ ബി എം ഹെഗ്ഡയുടെ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. കാണിച്ചാൽ അദ്ദേഹം പറഞ്ഞാൽ 3 ലിറ്റർ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരു 99% നമുക്ക് അസുഖത്തിൽ നിന്ന് മാറാന്ന്. അപ്പം എത്രമാത്രം വെള്ളം വേണം എന്നുള്ളത് നമ്മുടെ ബോഡിയാണ്, കറക്റ്റ് അളവല്ല. അതിനുള്ളിൽ നമ്മുടെ കളർ മാറുമ്പോൾ ബോഡി തന്നെ നമ്മൾ കാണിച്ചു തരും. റെഡ് രീതിയിൽ ഒരിക്കലും മൂത്രം പോകാൻ നമ്മൾ സമ്മതിക്കരുത്. കാരണം വെച്ചാൽ നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷനെ ബാധിക്കും. നമ്മുടെ ശരീരത്ത് ഏറ്റവും കൂടുതൽ വേണ്ടതാണ് വെള്ളം. വെള്ളം നമ്മുടെ ശരീരത്ത് കുറവാണെങ്കിൽ നമ്മുടെ ഡീഹൈഡ്രേഷൻ നമ്മുടെ ശരീരത്തിൽ വരും. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും, എല്ലാ ഓർഗൻസിന്റെയും പ്രവർത്തനങ്ങളെ അത് ബാധിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ശരീരത്തിൽ പ്രോപ്പറായിട്ട് വെള്ളമുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. അതിനെന്ന് വെച്ചാൽ നമ്മൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. കളർ മാറുമ്പോഴത്തേക്ക് നമ്മൾ കഴിക്കുക. ഇതിനൊന്നും വലിയ PhD എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് കുറേ അസുഖങ്ങളിൽ നമുക്ക് മാറാൻ കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞു അലോവേര, ദെൻ ഗോമൂത്രം പറഞ്ഞു, നമ്മുടെ യൂറിൻ പാസ് നമ്മൾ വെള്ളത്തിന്റെ അളവ് പറഞ്ഞു. പിന്നെ നമുക്ക് ഏറ്റവും നല്ലൊരു ക്ലീനിങ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തുളസിയാണ്. സ്ത്രീ തുളസി. 5 തരത്തിലുള്ള തുളസിയുടെ എക്സ്ട്രാക്ട് ആണ്. 5 തരത്തിലുള്ള തുളസി, രാം തുളസി, നിംബു തുളസി, വന തുളസി, ഇങ്ങനെയുള്ള കൃഷ്ണ തുളസി, ഇങ്ങനെ 5 തരത്തിലുള്ള തുളസികൾ എടുത്ത് വാറ്റിയെടുക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് പഞ്ചതുളസി. ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഏതൊരു തുളസിയേക്കാളും വളരെ പവർഫുൾ ആയിട്ടുള്ള തുളസി ഡ്രോപ്സ് ആണ് IMCക്ക് ഉള്ളത്. ഈ പ്രോഡക്റ്റിന്റെ പ്രത്യേകിച്ച് നല്ലൊരു ക്ലീനിങ് ഏജന്റ് ആണ്. അതേമാതിരി തന്നെ ഒരു ആന്റി ക്യാൻസറസ് ആണ്, ആന്റി ഫംഗൽ ആണ്, ആന്റി ബാക്ടീരിയൽ ആണ്. അങ്ങനെയുള്ള ധാരാളം ഗുണങ്ങളുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഒരു ദിവസം കഴിക്കണ 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1 തുള്ളി മതി. ഇനി ഒരു ഗ്ലാസ്സിലേക്കാണെങ്കിൽ 1 തുള്ളി, അങ്ങനെ 4-5 തുള്ളി കഴിച്ചാൽ മതി. 4-5 ഡ്രോപ്പ് ഒരു മുതിർന്ന ആള് കഴിക്കുന്നു ഉണ്ട് എങ്കിൽ അദ്ദേഹത്തിന് വളരെ തരത്തിലുള്ള ഒരു ക്ലീനിങ് എലമെന്റ് ആയിട്ട് ഇത് വർക്ക് ചെയ്യും. പ്ലസ് ഇത് നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററും കൂടിയാണ്. നമുക്കറിയാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. തുളസിയുടെ പേര് തന്നെ അതുല്യം എന്നാണ്. അതിന്റെ അർത്ഥം അതുല്യം. 5000 വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് തുളസി. അതിന്റെ പേര് അതുല്യം എന്നാണ്. ദർ ഇസ് നോ യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അതേമാതിരി തന്നെ ഔഷധ സസ്യങ്ങളുടെ രാജ്ഞി എന്നാണ്, ക്യൂൻ ഓഫ് ഹെർബ്സ് എന്നാണ് അതിനെ പറ്റി പറയാം. അതായത് 200 കൂടുതൽ അസുഖങ്ങൾ വരാതിരിക്കാൻ പ്രിവെന്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ആയുർവേദത്തിലെ തുളസി. തുളസിക്ക് അത്രമാത്രം ഔഷധ ഗുണങ്ങളുണ്ട്. തുളസി നമ്മുടെ ഇന്റേണൽ ആയിട്ടും നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അത് എക്സ്റ്റേണൽ ആയിട്ടും അത് പലതരത്തിലുള്ള ഗുണങ്ങൾ ഇപ്പൊ നമ്മുടെ തുളസിക്കുണ്ട്, സ്ത്രീ തുളസിക്കുണ്ട്. ഇപ്പൊ പനി വരികയാണ്. പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ നോർമലി എന്താ ചെയ്യുക, നമ്മൾ ഡോക്ടറെ അടുത്തും പോകാതെ നമ്മൾ തന്നെ ഡോക്ടറാവും, പാരസെറ്റമോൾ നമ്മളെടുത്ത് കഴിക്കും. ഈ പാരസെറ്റമോൾ കഴിക്കുമ്പോൾ അതിന്റെ പിന്നിൽ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ വായിക്കുന്നത് വളരെ നല്ലതാണ്. വെച്ചാൽ നമ്മുടെ ലിവറിന്റെയും നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ എല്ലാം അത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പൊ പാരസെറ്റമോളൊക്കെ ആവശ്യമെങ്കിൽ മാത്രമേ കഴിക്കണ്ടൂ, ഇല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് അത് റിയാക്ഷൻ വരും. അപ്പൊ പനി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ സ്ത്രീ തുളസി ഉണ്ടെങ്കിൽ 1/2 ഗ്ലാസ് ചൂടുവെള്ളം എടുക്കുക. അതിനുള്ളിൽ ഒരു മുതിർന്ന ആളാണെങ്കിൽ 10 തുള്ളി ഈ സ്ത്രീ തുളസി അതിനുള്ളിൽ ഇട്ടിക്കുക, എന്നിട്ട് കഴിക്കുക. അങ്ങനെ 2-3 മണിക്കൂർ ഇടപെട്ടിട്ട് 3-4 പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക പനികൾക്ക് ഒരു ശമനം വരും, ഒരു കുറവ് വരും. ഇനി അത് കഴിച്ചിട്ട് നിങ്ങൾക്ക് കുറവില്ലെങ്കിൽ, ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത്, അത് കഴിച്ചിട്ട് നിങ്ങൾക്ക് കുറവില്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോവുക, ആശുപത്രിയിൽ പോവുക, നിങ്ങൾ കാര്യങ്ങളെല്ലാം ഡോക്ടറോട് പറയാം. ഓക്കെ, ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന രീതിയിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഫീവറിന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഫീവറിന് വേണ്ടി നമുക്ക് അതോടൊപ്പം തന്നെ വേറൊരു പ്രോഡക്റ്റ് ഉണ്ട്, ഫീവർ ഗാർഡ് എന്നുള്ളൊരു പ്രോഡക്റ്റ് ഉണ്ട്. നമ്മുടെ ചിറ്റമൃത്, നമ്മുടെ നാട്ടിലുള്ള ചിറ്റമൃത്, നമ്മുടെ വീട്ടില് എന്തെങ്കിലും നമ്മൾ വെളിയിൽ കിടക്കുന്ന കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ തുരുമ്പ് പിടിക്കുന്ന കാണാം. എന്താ അതിന്റെ അർത്ഥം? തുരുമ്പ് പിടിക്കാൻ കാണിച്ചാൽ ഇരുമ്പ് ഈ ഓക്സിജൻ നമ്മുടെ ഈ പ്രകൃതിയുടെ വായുമണ്ഡലത്തിൽ അത് കിടക്കുമ്പോൾ അവിടെ ഓക്സിഡൈസേഷൻ നടക്കുന്നു, ഓക്സീകരണം നടക്കുന്നു, അത് തുരുമ്പാകുന്നു.
സെയിം തന്നെയാണ് നമ്മുടെ ശരീരത്തും. നമ്മുടെ ശരീരത്തും ഇങ്ങനെയുള്ള ഓക്സീകരണം നടക്കുമ്പോൾ നമ്മുടെ സെല്ലുകൾ നശിക്കുന്നു, സെല്ലുകളുടെ ശക്തി പോവുകയാണ്. അപ്പൊ ഇതാണ് പല അസുഖങ്ങൾ ഉണ്ടാകുന്നത്. അതിന് ചെറിയൊരു എക്സാമ്പിൾ കൂടെ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, രാവിലെ നമ്മൾ ഒരു അങ്ങാടിയിൽ കൂടെ ഒരു 2 കിലോമീറ്റർ നടക്കും ഒരു 5 മണിക്ക്. അതേ അങ്ങ് ആ സ്ഥലത്തൂടെ നമുക്ക് ഉച്ചയ്ക്ക് 2 മണിക്കോ 1 മണിക്കോ നടക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് മടുത്തു പോകും. കാരണം വെച്ചാൽ ഈ പ്രകൃതി മൊത്തം ഓക്സീകരണത്തിന്റെ അല്ലെങ്കിൽ പൊല്യൂഷന്റെ കീഴിൽ വരികയാണ്. ഇവിടെയാണ് നമുക്കറിയാം, നമ്മളിപ്പോ ഒരു ഇരുമ്പാണെങ്കിൽ നമ്മളത് തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പെയിന്റ് അടിക്കും. സെയിം തന്നെ നമ്മുടെ ശരീരത്തെ നമുക്ക് അങ്ങനെ ഓക്സീകരണത്തിന് തടയാൻ വേണ്ടി നമുക്ക് പെയിന്റ് അടിക്കാനൊന്നും പറ്റില്ല. അവിടെയാണ് ആന്റി ഓക്സിഡന്റ് പ്രത്യേകത വരുന്നത്. ഈ ഓക്സിഡൈസേഷനെ തടയാൻ നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കാൻ 3 വൈറ്റമിൻസ് ഉള്ളത്. വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ. ഇങ്ങനെ 3 വൈറ്റമിൻസ് ആണ് ആന്റി ഓക്സിഡന്റ് ആയിട്ട് മേജർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ വൈറ്റമിൻ എ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം. പച്ചക്കറി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ധാരാളം കഴിക്കണം. അതേമാതിരി തന്നെ വൈറ്റമിൻ സി ഏറ്റവും കൂടുതലുള്ള ഒരു സാധനമാണ് നമ്മുടെ ഹിമാലയൻ ബെറി ദിവസം നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംമാതിരി ഈ ആന്റി ഓക്സിഡന്റ് ഒരു ദൗർബല്യം നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും. അതേമാതിരി തന്നെയാണ് റൈസ് ബ്രാൻ ഓയിൽ. വൈറ്റമിൻ ഇ ധാരാളമുള്ള ഒരു കുക്കിംഗ് ഓയിലാണ്. കുക്കിംഗ് ഓയില് ഐക്യരാഷ്ട്ര സംഘം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കുക്കിംഗ് ഓയിലാണ് റൈസ് ബ്രാൻ ഓയിൽ. നമ്മൾ തവിടിൽ നിന്ന് എടുക്കുന്ന, അരിയുടെ തവിടിൽ നിന്ന് എടുക്കുന്ന റൈസ് ബ്രാൻ, ആ അരിയുടെ ബ്രാൻഡിൽ നിന്ന് എടുക്കുന്ന ഓയിൽ, അത് വൈറ്റമിൻ ഇയുടെ കലവറയാണ്. നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ മുട്ടുവേദന, കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം അത് വളരെ നല്ലതാണ്. ക്യാൻസർ തടയാതെ വളരെ നല്ലതാണ്. അതിനുള്ളിൽ ഒറീസ്നോൾ എന്നുള്ളൊരു ഘടകം. അപ്പൊ ഈ ഒറീസ്നോളിന്റെ കലവറയായിട്ടുള്ള ഈ തവിട് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ആയുർവേദത്തിലല്ല പ്രകൃതി ചികിത്സയിലൊക്കെ പറയുന്ന 3 വൈറ്റ് പോയിസൺസ് ഉണ്ട്. അതിൽ ഒന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചസാര, ഉപ്പ്, വെളുത്ത അരി. ഈ 3 ഇതാണ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും 3 പോയിസൺസ്, വൈറ്റ് പോയിസൺസ്. ഇത് 3 ഇല്ലാണ്ട് നമ്മൾ കഴിയുന്നില്ല. നമ്മൾ ചിന്തിച്ചു നോക്കുക, രാവിലെ നമ്മൾ എണീക്കുമ്പോൾ നമ്മൾ എന്താ കഴിക്കുന്നത്? രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ ദോശയോ പുട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും അരിപ്പലഹാരമായിരിക്കും. ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്ന എന്തായിരിക്കും? ഉച്ചയ്ക്ക് നമ്മൾ അതേ വൈറ്റ് റൈസ് ആയിരിക്കും. വൈകുന്നേരം കഴിക്കുന്നതും ഏതെങ്കിലും വൈറ്റ് റൈസിന്റെ കാര്യങ്ങളായിരിക്കും. അപ്പൊ ഈ വൈറ്റ് റൈസ് നമ്മുടെ ശരീരത്തിൽ ധാരാളം വരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് ധാരാളം മധുര പലഹാരങ്ങൾ കഴിക്കുന്നു, ബേക്കറി കഴിക്കുന്നു, അതേമാതിരി പഞ്ചസാര ധാരാളം കഴിക്കുന്നു, അതേമാതിരി ഉപ്പ് കഴിക്കുന്നു. ഇതെല്ലാം നമ്മുടെ ശരീരത്തെ ദോഷകരമായിട്ട് ബാധിക്കുകയാണ്. ഇവിടെയാണ് നമ്മളൊരു ഓൾട്ടർനേറ്റീവ് കാണേണ്ടത്. അപ്പൊ ഇവിടെ നമുക്കറിയാം, പണ്ട് തവിടുള്ള അരികളായിരുന്നു ധാരാളം ഉപയോഗിച്ചിരുന്നത്. ഇന്ന് തവിട് ആരും കഴിക്കാറില്ല. ഇന്ന് തവിട് കഴിക്കുന്ന മുഴുവൻ പശുവും പന്നിയും കാര്യങ്ങളാണ്. അതുകൊണ്ട് പശുവിനും പന്നിക്കും ഒന്നും ഹാർട്ട് അറ്റാക്ക് ഇല്ല. ഹാർട്ട് അറ്റാക്ക് മുഴുവൻ മനുഷ്യനാണ്. എന്തുകൊണ്ടാണ് ഈ ഹാർട്ട് അറ്റാക്ക് ഇത്രയും മാത്രം വരാൻ കാരണമെന്ന് പല വിദഗ്ധരും ചൂണ്ടിക്കാണിച്ചാൽ നമ്മൾ കഴിക്കുന്ന അരി മാറിയത് കൊണ്ടാണ്. ബ്രാൻ അടങ്ങിയിരിക്കുന്ന അരി നമ്മൾ കഴിക്കാറില്ല. ഇന്ന് നമ്മൾ വൈറ്റ് റൈസ് ആണ് അതിൻ്റെ മേജർ ആയിട്ടുള്ള കാരണം. വെച്ചാൽ നമ്മുടെ തവിടിനുള്ളിൽ ഒറീസ്നോൾ എന്നുള്ളൊരു ഘടകമുണ്ട്. ഈ ഒറീസ്നോൾ നമ്മുടെ ശരീരത്തുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്ത് കൊളസ്ട്രോൾ പ്ലേക്കുകൾ ഉണ്ടാവില്ല. കൊളസ്ട്രോൾ പ്ലേക്കുകൾ കൂടുമ്പോഴാണ് അത് ബ്ലോക്കായി മാറുന്നത്. അങ്ങനെയാണ് ഹാർട്ട് അടിച്ചു പോകുന്നത്. അപ്പൊ ആ ഹാർട്ട് ധമനികൾക്കുള്ളിൽ ബ്ലോക്ക് വരാതിരിക്കാൻ വേണ്ടി ഏറ്റവും ഉപകരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് റൈസ് ബ്രാൻ ഓയിൽ. ഹാർട്ട് ഓയിൽ എന്നാണ് ഇന്ന് ജപ്പാനിലെല്ലാം അറിയപ്പെടുന്നത്. വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആണ്, വിലയും കുറവാണ്, വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആണ്. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ അമ്മമാരെല്ലാം തവിട് കൊണ്ട് നെല്ല് കുത്തിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്ക് തവിട് കൊണ്ട് പുട്ടുണ്ടാക്കി തരുമായിരുന്നു, എന്തെങ്കിലും അടയുണ്ടാക്കി തരുമായിരുന്നു. ഇന്ന് തവിടും ഇല്ല, പുട്ടും ഇല്ല, ഒന്നുമില്ല, അങ്ങനെയുള്ള വീട്ടമ്മമാരും ഇല്ല. ഇതെല്ലാം നമ്മുടെ ശരീരത്തെ ബാധിക്കണ്ട. പക്ഷേ ദൈവം നമുക്ക് വേറൊരു ഓൾട്ടർനേറ്റീവ് അവിടെ തന്നിട്ടുണ്ട്. തവിട് കൊണ്ട് എണ്ണ ഉണ്ടാക്കാമെന്ന് കണ്ടുപിടിച്ച ജപ്പാൻകാരാണ്. ജപ്പാനിൽ ഇത് ഹാർട്ട് ഓയിൽ എന്ന് പറയുന്നത്. ഇന്ത്യയിലും വലിയ വലിയ കമ്പനികളുണ്ട് റൈസ് ബ്രാൻ ഓയിൽ വളരെ പ്യൂരിഫൈ ചെയ്തെടുക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ് AP ഓർഗാനിക് എന്നുള്ള ധാരാളം അവാർഡ് കിട്ടിയിരിക്കുന്ന ഒരു കമ്പനിയാണ്. AP ഓർഗാനിക്കിന്റെ പ്രോഡക്റ്റ് ആണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. എക്സ്പോർട്ട് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ്. അത് വളരെ എല്ലാ തരത്തിലുള്ള കുക്കിങ്ങിന് അത് ഉപയോഗിക്കാൻ പറ്റും. അത് നമുക്ക് ബിരിയാണി ഉണ്ടാക്കണം, ബിരിയാണി ഉണ്ടാക്കാം, നെയ്ച്ചോറിനൊക്കെ ഉണ്ടാക്കാം, എന്ത് കുക്കിങ്ങിന് വേണ്ടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിന്റെ ഏറ്റവും വലിയ ഗുണം വെച്ചാൽ 254 ഡിഗ്രി വരെ ഇത് പുകയില്ല എന്നുള്ളതാണ്.
254 പുകയെന്ന് വെച്ചാൽ നമുക്ക് ഡീപ്പ് ഫ്രൈ, ഇപ്പൊ നമ്മൾ ചിക്കനൊക്കെ വറക്കണമെങ്കിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് ഇറങ്ങി ഇത് ഫ്രൈ ആയി വരും. ഡീപ്പ് ഫ്രൈക്ക് വളരെ നല്ലതാണ്. പിന്നെ ഇത് എണ്ണ കുടിക്കില്ല, ദാറ്റ് മീൻസ് കൺസംഷൻ വളരെ കുറവാണ്. നമുക്കറിയാം, നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഒരു പഴംപൊരി ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ളിൽ ഒരു ബാലഗോപാലിനെ കുളിപ്പിക്കാനുള്ള എണ്ണ കിട്ടും. ഇന്ന് പല കടകളിലും നമ്മൾ പോകുമ്പോൾ കാണാൻ എണ്ണക്കടികൾ വാങ്ങുമ്പോൾ ഒരു കടലാസും കൂടെ തരും, ഒന്ന് പാവം ഞെക്കി തിന്നോട്ടെ, എന്നാലും അതിനുള്ളിൽ ഉണ്ടാവും. ഈ ട്രാൻസ് ഫാറ്റി ആസിഡ് കൂടുതലുള്ള ഈ ഓയിലിൽ കുക്ക് ചെയ്യുന്ന സാധനങ്ങള് നമ്മുടെ വയറ്റിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ധാരാളം ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കും. ഈ ഫ്രീ റാഡിക്കൽസ് ആണ് നമ്മൾ ക്യാൻസർ സെല്ലുകളായിട്ട് മാറുന്നത്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. റൈസ് ബ്രാൻ ഓയിലിന്റെ ട്രാൻസ് ഫാറ്റി ആസിഡ് 0 ആണ്. അതുകൊണ്ട് അതിനുള്ള ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കില്ല. ഇത് ഹാർട്ടിന് വളരെ നല്ലതാണ്. ഒറിജിനൽ ധാരാളമുണ്ട്. അപ്പം ഇതൊരു വീട്ടിലെ കുക്കിംഗ് ഓയിൽ മാറ്റിയാൽ തന്നെ പല തരത്തിലുള്ള അസുഖങ്ങളിൽ നമുക്ക് മാറാൻ കഴിയും. 1.25 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് പകരം ഇത് 1 ലിറ്റർ മതി. അപ്പൊ നമുക്ക് കൺസപ്ഷനും വിലയും കുറവാണ്. വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആണ്. സ്കിന്നിന് വളരെ നല്ലതാണ്. സ്കിന്നിലൊക്കെ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ അത് തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ ഡ്രൈ സ്കിന്നെല്ലാം സോഫ്റ്റ് ആകും. വളരെ നല്ല ഗുണങ്ങളുള്ള പ്രോഡക്റ്റ് ആണ്. കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അത് ഉപയോഗിക്കുമ്പോൾ തന്നെ അതിന്റെ കൊളസ്ട്രോൾ അതിന് വളരെയധികം കൺട്രോൾ ചെയ്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് വെച്ചാൽ കുക്കിംഗ് ഓയിൽ നമുക്കൊരു മെഡിസിൻ ആക്കി മാറ്റാൻ കഴിയും. അപ്പം നമ്മൾ വൈറ്റമിൻ ഇ ധാരാളമായി റൈസ് ബ്രാൻ ഓയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വൈറ്റമിൻ ഇ നമുക്ക് ധാരാളം കിട്ടും. നമുക്ക് എന്താ പറഞ്ഞ ഈ ഹിമാലയൻ പൊരി കഴിക്കുമ്പോൾ വൈറ്റമിൻ സി നമുക്ക് ധാരാളമായിട്ട് കിട്ടും. പിന്നെ നമ്മൾ പച്ചക്കറി കാര്യങ്ങൾ കഴിക്കുമ്പോൾ വൈറ്റമിൻ എയും കിട്ടും. ഇങ്ങനെയുള്ള ഫുഡുകൾ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് റേഡിയേഷൻ, ഈ ആന്റി ഓക്സിഡൈസേഷനിൽ നമുക്ക് മാറാൻ കഴിയും. ഈ 3 പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട അസുഖങ്ങളിൽ നമുക്ക് മാറാൻ കഴിയും. ഒന്ന്, ക്ലീൻ ദ പ്രോഡക്റ്റ്, ക്ലീൻ ദ ബോഡി, ഇന്റേണൽ ബോഡി ക്ലീൻ ദ ബോഡി ചെയ്യാം. 2, നമ്മൾ ഇമ്മ്യൂണിറ്റി കൂടുതലുള്ള പ്രോഡക്റ്റ്, അതായത് ഭക്ഷണമാണ് ഔഷധം, ഭക്ഷണമല്ലാതെ മറ്റൊരു ഔഷധവും ഇല്ല. ഇതിൽ നിന്ന് നമ്മൾ മാറി വ്യതിചലിച്ച് നടന്നപ്പോഴാണ് ഇപ്പോൾ ഔഷധമാണ് ഭക്ഷണം, ഔഷധമല്ലാതെ മറ്റൊരു ഭക്ഷണവും ഇല്ല. രാവിലെ ഗുളിക, ഉച്ചയ്ക്ക് ഗുളിക, വൈകിട്ട് ഗുളിക, ഇങ്ങനെ ഗുളിക തിന്നാനുള്ള ഒരു ജീവിയായി മനുഷ്യൻ മാറുകയാണ്. കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു ജോലി മേടിക്കും, 18 വയസ്സിലോ അല്ലെങ്കിൽ 20 വയസ്സിലോ അല്ലെങ്കിൽ 30 വയസ്സിലോ ജോലി വാങ്ങുന്നു, 58-60 വയസ്സിൽ റിട്ടയർഡ് ആവുന്നു. റിട്ടയർഡ് ആകുമ്പോൾ കുറച്ച് ഗ്രാറ്റുവിറ്റിയും പെൻഷനെല്ലാം കിട്ടും. അതിൻ്റെ കൂടെ കുറെ ഷുഗറും കൊളസ്ട്രോളും അല്ലാണ്ട് കുറെ അസുഖങ്ങളും കിട്ടും. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ സന്തോഷിക്കുന്നില്ല. ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും നല്ല ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന 60 വയസ്സിലാണ്. 50 വയസ്സ് കഴിയുമ്പോൾ അവൻ ഏറ്റവും കൂടുതൽ അറിവ് കിട്ടുന്നതും ഏറ്റവും കൂടുതൽ അവന്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതും. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ വെച്ചാൽ നമ്മുടെ ആരോഗ്യത്തെ പറ്റി നമ്മൾ കെയർ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ നമുക്ക് എക്സ്പയറി ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ പറ്റി കെയർ ചെയ്യുക. അപ്പൊ 1, ക്ലീൻ ദ ബോഡി, 2, ഇമ്മ്യൂണിറ്റി നമ്മൾ ഉണ്ടാക്കുക, 3, ആന്റി ഓക്സിഡന്റ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല ഒരു ലൈഫ്, നമുക്ക് എന്താ പറഞ്ഞ സെക്യൂർ, നല്ലൊരു ആനന്ദകരമായിട്ടുള്ള ഒരു ഡിസീസ് ഫ്രീ ആയിട്ടുള്ള ലൈഫ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇതാണ് IMC മുന്നോട്ട് വെക്കുന്ന വെൽനെസ്സിനെ സംബന്ധിച്ചുള്ളത്. ഇനി IMCയിൽ മറ്റുള്ള കുറെ സ്പെഷ്യൽ പ്രോഡക്റ്റുകളുണ്ട്. ആ സ്പെഷ്യൽ പ്രോഡക്റ്റുകൾ ഞാൻ ഓടിച്ച് പറഞ്ഞു പോകാം. ആ സ്പെഷ്യൽ പ്രോഡക്റ്റ് അതിന്റെ പേര് കൊണ്ട് തന്നെ സൂചിപ്പിക്കുന്ന കുറെ പ്രോഡക്റ്റുകളുണ്ട്. ഒന്ന്, നമുക്ക് അതിനുള്ളിൽ വെച്ചാൽ കഫ്കറ വെച്ചാൽ നമുക്ക് ചുമ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കുത്തിയുള്ള ചുമ കാര്യങ്ങൾക്ക് വളരെ നല്ലൊരു പ്രോഡക്റ്റാണ്. 90 രൂപ അതിന് വിലയുള്ളൂ. ചുമയ്ക്ക് വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആണ്. അതിന്റെ പേര് തന്നെ സൂചിപ്പിക്കുന്ന മാതിരി തന്നെ. അതേമാതിരി തന്നെ ഷുഗറിന് വേണ്ടി ഷുഗർ അവേ പ്രോഡക്റ്റ് നമുക്കുണ്ട്. അതേമാതിരി തന്നെ നമുക്ക് പൈൽസിന് വേണ്ടിയിട്ട് പൈൽസ് അവേ പ്രോഡക്റ്റ് എന്നുള്ള ഒരു ടാബ്ലറ്റ്, അടിപൊളി ഒരു പ്രോഡക്റ്റ് ആണ്. ആർക്കെങ്കിലും നമ്മുടെ ഈ ടീമിൽ ഇരിക്കുന്ന അറിയുന്ന ആൾക്കാർ ആരെങ്കിലും പൈൽസ് രോഗമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരാണ്. ധാരാളം ആൾക്കാരുണ്ട്. കേരളത്തിൽ ഏകദേശം 65% ആൾക്കാർ പൈൽസ് റിലേറ്റഡ് അസുഖങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതാണ് പല സർവേകളും പറഞ്ഞത്. അപ്പോൾ വളരെ നമ്മുടെ ജീവിത ശൈലിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട രോഗമാണ് പൈൽസ് ആയിട്ടും വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് പൈൽസ് അവേ എന്നുള്ളൊരു പ്രോഡക്റ്റ് ഉണ്ട്. ഒരു നല്ലൊരു പ്രോഡക്റ്റ് ആണ്. അതൊരു സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി ഉള്ള പ്രോഡക്റ്റ് ആണ്. ആർക്കെങ്കിലും നിങ്ങൾക്ക് ഒരു പുണ്യപ്രവൃത്തി ചെയ്യണമെങ്കിൽ അത് മേടിച്ചു കൊടുത്തോളൂ. കാരണം വെച്ചാൽ പല ആൾക്കാരെയും ഈ അസുഖമുള്ള ആൾക്കാർ വളരെ അവർ ഡിസ്റ്റർബ്ഡ് ആണ് അവർ ലൈഫ്. അവർക്ക് നല്ലൊരു ആശ്വാസം കൊടുക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ്. അതിന്റെ കൂടെ അലോവേര ജ്യൂസും കൂടെ കഴിക്കുക, അതല്ലെങ്കിൽ ഗോമൂത്രം ഏതെങ്കിലും കഴിക്കുക. അപ്പൊ കുറച്ചും കൂടെ നല്ല ഡൈജഷനും കാര്യങ്ങളെല്ലാം കിട്ടും. പൈൽസിന് വേണ്ടി പൈൽസ് അവേ പ്രോഡക്റ്റ് ഉണ്ട്. പിന്നെ കണ്ണിന് അലർജി കാര്യങ്ങൾക്കുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് അതിനുള്ളിൽ നമുക്ക് എന്താ പറഞ്ഞ ഐ ഡ്രോപ്പ് ഉണ്ട്. അലോജ്യോതി പ്ലസ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉണ്ട്. അത് നല്ലൊരു ഐ ഡ്രോപ്പ് ആണ്.
നമ്മുടെ തഴുതാമ, നമ്മുടെ നാട്ടിൻപുറത്തുള്ള തഴുതാമ എന്നുള്ള സാധനം, ഒരു ഔഷധ സസ്യമുണ്ട്. അതിന്റെ എക്സ്ട്രാക്ട് ആണ്, കൂളിംഗ് ഇഫക്റ്റ് ആണ്, കൂടുതൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആൾക്കാർ അതിനൊക്കെ വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആണ്. പിന്നെ നമുക്ക് ശ്രീ ഹൽദി എന്ന് പറഞ്ഞ മഞ്ഞളിന്റെ എക്സ്ട്രാക്ട്, നമുക്കറിയാം മഞ്ഞൾ ഇന്ന് ധാരാളമായിട്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുർക്കുമിൻ. കുർക്കുമിന്റെ ലിക്വിഡ് ഫോമിൽ നമുക്കുണ്ട്. ഒരു ദിവസം 2 ഡ്രോപ്പ് കഴിച്ചാൽ മതി. ജനറൽ ആയിട്ട് കഴിച്ചാൽ നമുക്ക് പോയിസൺ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ നമുക്ക് സ്റ്റീവിയ ഫോസ് ഞാൻ നേരത്തെ പറഞ്ഞു, മധുരത്തുളസി പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു നാച്ചുറൽ ഡി അഡിക്ഷനും കൂടിയാണ്. അപ്പൊ ആരെങ്കിലും മദ്യപാനം, പുകവലി ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട ഒരാളാണെങ്കിൽ നോർമലി അവർ പഞ്ചസാരയ്ക്ക് പകരം ഇത് ഉപയോഗിച്ച് വെച്ചാൽ അതിന് സ്ലോലി അതിനുള്ളിൽ ഡി അഡിക്ഷൻ വരാൻ പറ്റും. പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഡക്റ്റ് അലോ ഡൈജസ്റ്റ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉണ്ട്. അലോ ഡൈജസ്റ്റ് നിങ്ങൾ ഈ ബ്രോഷർ നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ ഈ ബ്രോഷറിനുള്ളിൽ എല്ലാം ഉണ്ട്. ഈ ബ്രോഷറിനുള്ളിൽ എല്ലാ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. വെബ്സൈറ്റിനുള്ളിൽ നമുക്ക് അതിനുള്ളിൽ മലയാളത്തിന്റെ ഉണ്ട്, എല്ലാ ഡീറ്റെയിൽസും അതിനുള്ളിൽ കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാ ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ഡൈജസ്റ്റീവ് പ്രോബ്ലം നമുക്കറിയാം. നമ്മുടെ എന്താ പറയുക, എവിടെ ഹോട്ടലിൽ നിന്നൊക്കെ പോയി ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനുള്ളിൽ ഒരു ഡൈജസ്റ്റീവ് ഇഷ്യൂ വരുവാണെങ്കിൽ നമ്മളിതൊരു 4-5 തുള്ളി കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ടിച്ചിട്ട് ഒരു 5-6 തുള്ളി ഇട്ടിച്ച് കഴിഞ്ഞാൽ 2ാമത്തെ പ്രാവശ്യം കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഒരു ക്യൂർ ആവും. അതായത് നമുക്ക് ഒരു ഡൈജഷൻ ഇല്ല, ഇല്ലെങ്കിൽ നമ്മൾ ലൂസ് മോഷൻ വന്നു. ഇത് നമ്മളൊരു സഡൻ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു വീട്ടിലെ ഒരു മിനി ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഉദര സംബന്ധമായുള്ള കാര്യങ്ങൾക്കുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ദെൻ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് പിന്നീട് പോകുന്ന ഒരു പ്രോഡക്റ്റ് അതിനുള്ളിൽ ഷുഗർ വൈൻ പറഞ്ഞു. ബ്ലഡ് പ്യൂരിഫയർ, ഇവിടെ ഇരിക്കുന്ന ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ബ്ലഡ് പ്യൂരിഫയർ കഴിച്ചിട്ട് വന്നിരിക്കുന്ന ഗുണങ്ങൾ കാര്യങ്ങളെല്ലാം. നമുക്കറിയാം ഈ നമ്മൾ വേരിക്കോസ് വെയിനൊക്കെ ബ്ലഡ് പ്യൂരിഫയർ വളരെ നല്ല ഇഫക്റ്റ് ചെയ്യും. ക്ഷീണം കൂടുതലുള്ള ആൾക്കാർക്ക് ചെയ്യും. അത് വല്ലപ്പോഴൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ബ്ലഡ് പ്യൂരിഫയർ നമുക്കുണ്ട്. ലങ്സ് കെയർ പ്രോഡക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, കഫ് കെയർ ഞാൻ പറഞ്ഞു, ലിവർ കെയർ പറഞ്ഞു. പ്യാരി സഹരി എന്ന് പറഞ്ഞ നമ്മുടെ പ്രോഡക്റ്റ് കിടിലം പ്രോഡക്റ്റ് ആണ്. അത് പീരിയഡ് സംബന്ധമായുള്ള പ്രോബ്ലംസ് നമുക്കറിയാം. ധാരാളം ആൾക്കാർ, നമ്മളിപ്പം കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ വിനോദ് സാറിന്റെ മോളിലൊരു വീഡിയോ അവർ പബ്ലിഷ് ചെയ്തിരുന്നു. അതിനുള്ളിൽ ആ കുട്ടി പറഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ആ കുട്ടിക്ക് ഭയങ്കര പെയിൻ ആയിരുന്നു. 2 ദിവസമൊക്കെ ചിലപ്പോൾ ഛർദി വരും, ചിലപ്പോൾ സ്കൂളിലും കോളേജിലൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഈ കുട്ടി വെറുതെ ഇതൊന്ന് കഴിച്ച് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്. പക്ഷേ ഈ പ്രാവശ്യം അവർക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. ചില വളരെയധികം ക്യൂർ കൊടുക്കുന്ന പ്യാരി സഹരി, സ്ത്രീകളിലെ തോഴി എന്നാണ് അറിയപ്പെടുന്നത്. പീരിയഡ് സംബന്ധമായുള്ള അസുഖങ്ങൾക്ക് വളരെ നല്ല ഒരു പ്രോഡക്റ്റ് ആണ്. പിന്നെ ഞാൻ നേരത്തെ ഫീവർ ഗാർഡിനെ പറ്റി പറഞ്ഞു. ഫീവർ ഗാർഡ് പനി വരുന്നതിന് വളരെ നല്ലതാണ്. പിന്നെ ക്യൂറിക് ആസിഡ് പ്രോഡക്റ്റ് ഉണ്ട്. അസിഡിറ്റി ഉള്ള ആൾക്കാർ പെട്ടെന്നൊരു ശമനം വേണം. അസിഡിറ്റി നെഞ്ചരിച്ചിൽ വരില്ലേ, അതിന് നല്ലൊരു പ്രോഡക്റ്റ് ആണ്. പെട്ടെന്ന് ശമനം വരാൻ, ദീർഘകാലത്തെ ശമനം വരാൻ നല്ലൊരു പ്രോഡക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ഗോമൂത്ര അല്ലെങ്കിൽ അലോവേര ജ്യൂസ് ഒക്കെ വളരെ നല്ലതാണ്. അതേമാതിരി തന്നെ നമുക്ക് വേറെ പ്രോഡക്റ്റ് യൂറിൻ ഇൻഫെക്ഷൻ സംബന്ധമുള്ള യൂറിൻ നോർമൽ, അതാണ് അതിന്റെ അർത്ഥം. യൂറിനോ കിഡ്നി സ്റ്റോൺ സംബന്ധമായുള്ള കാര്യങ്ങള്. കിഡ്നി സ്റ്റോൺ ഒക്കെ നമ്മുടെ ഇത് ഉപയോഗിച്ചിട്ട് പല ആൾക്കാർക്ക് അത് പൊടിഞ്ഞു വന്നിരിക്കുന്ന അനുഭവമുണ്ട്. അത് തന്നെ കിഡ്നി സ്റ്റോൺ, യൂറിൻ ട്രാക്ക് ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാർ, കിഡ്നി സ്റ്റോൺ ഉള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വളരെ നല്ലൊരു ഔഷധമാണ് യൂറിനം. 130 രൂപ അതിന് വിലയുള്ളൂ. ഒരു 10 ml വീതം അത് 2-3 നേരം വെച്ച് 2-3 ദിവസം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് അതിന് ശമനം കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണത്. അതുപോലെ തന്നെ നമുക്ക് പെയിൻ അവേ പ്രോഡക്റ്റുകൾ ഉണ്ട്. ദാറ്റ് മീൻസ് ജസ്റ്റ് ബോഡി പെയിൻ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ഉണ്ട്. പിന്നെ നേരത്തെ നൈറ്റ് പവർ ടാബ്ലറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു. നമുക്ക് ഇതിന്റെ കൗണ്ടിന്റെ കുറവുള്ള ഒരു പ്രോഡക്റ്റ്. സെക്ഷൽ ഹെൽത്തിലേക്ക് നമുക്കൊരു നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ട്, കീടാജാടി എന്ന് വെച്ചാൽ അത് ഹിമാലയത്തിൽ ഉണ്ടാകുന്ന ഒരു കീടത്തിൽ നിന്നൊരു ചെടിയായിട്ട് വളരുന്നതാണ് കീടാജാടി. ചൈനീസ് ഔഷധങ്ങളിലെ മേജർ പാർട്ടിൽ അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു പാർട്ടാണ് കീടാജാടിക്കുള്ളത്. കീടാജാടി 1 കിലോയ്ക്ക് 15 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വിലയുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഒരു ഔഷധമാണ് കീടാജാടി. ആ കീടാജാടിയുടെ ഒരു എക്സ്ട്രാക്ടിന്റെ പ്രോഡക്റ്റ് ഉണ്ട്. സഫേദ് മുസ്ലി, അശ്വഗന്ധ എല്ലാം കൂട്ടിയിട്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ട്. അത് സെക്ഷൽ പെർഫോമൻസ് കുറവുള്ള ആൾക്കാർക്ക് വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആണ്. ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആണ്. പിന്നെ നമുക്ക് അലോ മുക്ത എന്ന് പറഞ്ഞ പ്രോഡക്റ്റിന്റെ പ്രഷർ സംബന്ധമുള്ള പ്രഷർ കൂടുന്ന ആൾക്കാർ, BP ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് നല്ല 2 പ്രോഡക്റ്റ്. ഒന്ന് നമ്മുടെ ബ്രേസ്ലെറ്റ്, വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആണ് ബ്രേസ്ലെറ്റ്. അത് എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ബ്രേസ്ലെറ്റ്. അതുപോലെ തന്നെ അലോ മുക്ത എന്നുള്ള പ്രോഡക്റ്റ് ഉണ്ട്. ഇത് 2 കൂടി ഉണ്ടെങ്കിൽ നമുക്ക് BP ഒക്കെ നോർമലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഫ്ലാക്സീഡും BP കൺട്രോൾ ചെയ്യും. പക്ഷെ ലോ BP ഉള്ള ആൾക്കാർ ഫ്ലാക്സീഡ് കഴിക്കരുത് മാത്രം. വെച്ചാൽ അല്ലാതെ BP കൂടുതലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഫ്ലാക്സീഡ്.
ഇതേമാതിരി തന്നെ ബ്രഹ്മി വട്ടി നമ്മുടെ പ്രോഡക്റ്റിന്റെ ബ്രെയിൻ സംബന്ധമുള്ള കാര്യങ്ങൾ, ഹൈപ്പർ ആക്ടിവിറ്റീസ് ഉള്ള കുട്ടികൾ, കുഞ്ഞു കുട്ടികൾക്ക് അത് വളരെ ഹൈപ്പർ ആക്ടിവിറ്റീസ് ഉള്ള കുട്ടികൾക്ക് അത് ധാരാളം ഉപയോഗിക്കുന്നത്. ചെറിയ പ്രായത്തിൽ നമ്മുടെയൊക്കെ ആയുർവേദ പാരമ്പര്യമുള്ള കുടുംബങ്ങളിലെല്ലാം ബ്രഹ്മി അത് വാട്ടി പിഴിഞ്ഞു തരിക വെച്ചാൽ ബ്രെയിൻ വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആണ്. ബ്രഹ്മിയുടെ ഒരു പ്രോഡക്റ്റ് നമുക്കുണ്ട്. പിന്നെ നമുക്ക് സൂപ്പർ ഹെൽത്ത് പറഞ്ഞ പ്രോഡക്റ്റ് ഉണ്ട്. ദാറ്റ് മീൻസ് ഇതെല്ലാം കൊണ്ട് കരിഞ്ജീരകം ട്രൂ ഹെൽത്ത് എന്ന പ്രോഡക്റ്റ് ഉണ്ട്. ട്രൂ ഹെൽത്ത് കരിഞ്ജീരകത്തിന്റെ എക്സ്ട്രാക്ട് ആണ് അത്. കരിഞ്ജീരകത്തെ പറ്റി ഖുറാനിൽ പറഞ്ഞാൽ മരണം ഒഴികെ എല്ലാത്തിനും തടയാൻ പറ്റും എന്നാ പറഞ്ഞത്. ദാറ്റ് മീൻസ് മരണത്തെ മാത്രം തടയാൻ പറ്റില്ല, അത്രമാത്രം ഔഷധ ഗുണമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ കരിഞ്ജീരകം. കരിഞ്ജീരകത്തിന്റെ pH ബാലൻസ് 10-ൽ കൂടുതലാണ്. അതും അവിടെയാണ് ആൽക്കലൈൻ പ്രോപ്പർട്ടിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അത് ഒരു ക്യാപ്സ്യൂളാണ്. അത് ഹാർട്ടിന് വളരെ നല്ലതാണ്, ജനറൽ ഹെൽത്തിന് വളരെ നല്ലതാണ്, അൽഷിമേഴ്സ്, പാർക്കിൻസൺസ് ഇതേയുള്ള അസുഖങ്ങൾക്കെല്ലാം അത് വളരെ നല്ലതാണ്. വൈറ്റ് പാച്ചസിനും അത് ഉപയോഗിക്കുന്നുണ്ട്. വൈറ്റ് പാച്ചസിന് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, പൊട്ടിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും. ദാറ്റ് മീൻസ് രാവിലെ വെയിലും കൂടെ കൊള്ളുവാണെങ്കിൽ അത് ഒരെണ്ണം കഴിക്കുക. വൈറ്റ് പാച്ചസിൽ പറ്റിക്കഴിഞ്ഞാൽ വൈറ്റ് പാച്ചസ് മാറിയ അല്ലെങ്കിൽ കുറെ ശമനം വന്ന ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ നമുക്ക് വീറ്റ് ഗോൾഡിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ദാറ്റ് മീൻസ് നമ്മുടെ ബ്ലഡ് പ്യൂരിഫയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ദെൻ ഗ്ലൂക്കോസമൈൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉണ്ട്. ആ പ്രോഡക്റ്റ് നമുക്ക് ജോയിന്റ് പെയിൻ സംബന്ധമായ കാര്യങ്ങൾക്കാണ്, മുട്ടുവേദന കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഗ്ലൂക്കോസമൈൻ. പല ആൾക്കാർക്ക് അറിയാം. ഫ്രഷ് മോർണിംഗ് എന്നൊരു പ്രോഡക്റ്റ് ഉണ്ട്. വയറിൽ നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ, കൂടുതലായിട്ട് കോൺസ്റ്റിപ്പേഷൻ ഉള്ള പ്രായമുള്ള ആൾക്കാർക്ക്, വയറ്റിൽ നിന്ന് പോകാത്ത പ്രശ്നമുള്ള ആൾക്കാർക്ക് നമുക്ക് വളരെ നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ട്. ഫ്രഷ് മോർണിംഗ് വൈകിട്ട് കിടക്കാൻ നേരത്ത് ഒരു ടാബ്ലറ്റ് കഴിച്ച് കുറച്ച് ചൂടുവെള്ളം കുടിച്ച് കഴിഞ്ഞാൽ രാവിലെ നല്ലൊരു ഫ്രഷ് ആയിട്ട് നമുക്ക് വയറ്റിൽ നിന്ന് പോകുന്ന ഒരു ഉള്ള ഫ്രഷ് മോർണിംഗ് നല്ലൊരു പ്രോഡക്റ്റ് ആണ്. പിന്നെ ഗിലോയ് പപ്പായ എന്നുള്ള പ്രോഡക്റ്റ് പ്ലേറ്റ്ലേറ്റിന്റെ അളവ് കുറവുള്ള ആൾക്കാർക്ക് വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആണ്. പ്ലേറ്റ്ലെറ്റ് അളവ് കുറവുള്ള ആൾക്കാർക്ക് ഗിലോയ് പപ്പായ നമ്മുടെ പ്രോഡക്റ്റ് ഉണ്ട്. അത് വളരെ നല്ല റിസൾട്ട് വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഒമേഗ 369 നമുക്ക് omega-369 നമുക്ക് മത്സ്യത്തിൽ നിന്ന് എടുക്കുന്ന മീൻഗുളികയുണ്ട്. വളരെ നല്ലൊരു സ്റ്റാൻഡേർഡ് ഒരു പ്രോഡക്റ്റ് ആണ്. ഹാർട്ടിന് വളരെ നല്ല പ്രോഡക്റ്റ്. omega-369 കാര്യങ്ങളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. നമുക്ക് അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. 2 തരത്തിലുള്ള ഒമേഗ ഉണ്ട്. നാച്ചുറൽ ഒമേഗ ഉണ്ട്, അത് നമ്മൾ ഫ്ലാക്സീഡിൽ നിന്ന് എടുക്കുന്ന omega-3 ഉണ്ട്. അത് നമ്മൾ മത്സ്യത്തിൽ നിന്ന് എടുക്കുന്ന 369 ഉണ്ട്. അത് omega-369 എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ്. അശ്വഗന്ധ ഞാൻ നേരത്തെ പറഞ്ഞു. ലോവാട്ടി എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട്. ആ പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുക വെച്ചാൽ അയൺ കണ്ടന്റ്, അതായത് ഹീമോഗ്ലോബിന്റെ കുറവുള്ള ആൾക്കാർക്ക് വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആണ്. ടാങ്കി എന്നിട്ട് പുതിയൊരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. വെച്ചാൽ അത് ഹിമാലയൻപുരയുടെ ടാബ്ലറ്റ് രൂപത്തിലാണ്. ഇവിടെ വൈറ്റ് പാച്ചസ് ഒക്കെ ഉണ്ടാകുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ നല്ലൊരു പ്രോഡക്റ്റ്, അനുഭവമുള്ളൊരു പ്രോഡക്റ്റ് ആണ് ടാങ്കി. നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിച്ച് ഉപയോഗിക്കുക. അനുഭവമുള്ളൊരു പ്രോഡക്റ്റ് ആണ്. മുഖത്തുള്ള കറുപ്പ് കാര്യങ്ങൾ പോകാൻ പറ്റും. വൈറ്റമിൻ സി ധാരാളമുള്ള പ്രോഡക്റ്റിന് ഹിമാലയൻപുരയുടെ ടാബ്ലറ്റ് രൂപത്തിലാണ്. നെക്സ്റ്റ് നമുക്ക് പ്രോട്ടീൻ പൗഡർ ഉണ്ട്. കുട്ടികൾക്കുള്ള പ്രോട്ടീൻ പൗഡർ ഉണ്ട്, പ്ലസ് പ്രായമുള്ള ആൾക്കാർക്കുണ്ട്. പിന്നെ മസിൽ ബിൽഡിങ്ങിന് ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർക്കുള്ള 3 തരത്തിലുള്ള പ്രോട്ടീൻ പൗഡർ നമുക്കുണ്ട്. ചവനപ്രാശം നല്ലൊരു ചവനപ്രാശം നമുക്കുണ്ട്. അത് ഷുഗർ ഫ്രീ ഉള്ളതുണ്ട്, തന്നെ ഷുഗർ ഇല്ലാത്തതും ഉണ്ട്. പിന്നെ നമുക്ക് വരികയാണെങ്കിൽ പിന്നെ പേഴ്സണൽ കെയർ പ്രോഡക്റ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ബാം അങ്ങനെയുള്ള ധാരാളം പ്രോഡക്റ്റ്, പിന്നെ ധാരാളം കോസ്മെറ്റിക്സ് പ്രോഡക്റ്റ് ഉണ്ട്. ഈ പ്രോഡക്റ്റുകളെല്ലാം സാവകാശം നമുക്ക് എടുക്കാം. ധാരാളം കോസ്മെറ്റിക്സ് പ്രോഡക്റ്റുകളുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിച്ച് നോക്കാം. അങ്ങനെ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. ഈ എക്സ്പീരിയൻസ് ആണ് നമ്മൾ മറ്റുള്ള ആൾക്കാരോട് ഷെയർ ചെയ്യുന്നത്. ഇതിൽ കൂടെ നമുക്ക് 2 രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. മൊത്തം നമുക്ക് നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതം നമുക്ക് കിട്ടും. ശരീരത്തിൽ വലിയ അസുഖമൊന്നും ഇല്ലാത്ത ഒരു ജീവിതം നമുക്ക് കിട്ടും. രണ്ടാമത്, നമ്മൾ ഈ ആശയം വേറൊരാളോട് ഷെയർ ചെയ്യുമ്പം നോർമലി അവരത് വാങ്ങി ഉപയോഗിച്ച് നോക്കും. വാങ്ങി ഉപയോഗിക്കുമ്പോൾ അവർക്കത് റിസൾട്ട് കിട്ടും. ആ റിസൾട്ടിൽ കൂടെ ഒരു പോസിറ്റീവ് എനർജിയോടെ പാസ് ചെയ്യും. ആ പോസിറ്റീവ് എനർജി ഒരു പ്രാർത്ഥനയായി മാറി നമ്മുടെ ബിസിനസ്സിലേക്ക് വെൽത്തും അത് ക്രിയേറ്റ് ചെയ്യും. ഞാൻ അധികം പറയുന്നില്ല, നിർത്താൻ പോവാണ്. അതായത് നമുക്ക് IMCയുടെ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് നമുക്ക് സമ്പത്തും ഉണ്ടാക്കാൻ പറ്റും, ആരോഗ്യം ഉണ്ടാക്കാനും പറ്റും. ഒരാളുടെയും കണ്ണുനീര് ഇതിനുള്ളിലില്ല, ഒരാളെ ഇതിനുള്ളിൽ വേദനിപ്പിക്കുന്നില്ല, ഒരാളുടെയും ഒരു ശാപ വാക്കുകൾ ഇതിനുള്ളിലില്ല. ഇതിനുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. IMCയുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഒരു ഭാഗ്യമാണ്. ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഇതിനുള്ളിൽ വന്നത്. ഞാനൊരു ആക്റ്റീവ് നെറ്റ്വർക്കർ ഒന്നല്ല, ഞാൻ വലിയൊരു ഒരു സ്റ്റേജ് പെർഫോമർ അല്ല. പക്ഷെ ഞാൻ IMCയുടെ പ്രോഡക്റ്റുകൾ കഴിഞ്ഞ് 8 വർഷമായിട്ട് ഞാനിത് ഉപയോഗിക്കുന്നു. എനിക്ക് ചില പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ട് ഞാൻ ആ പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്തു. എനിക്ക് വളരെ ആശ്വാസം കിട്ടി. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും എൻ്റെ വീട്ടുകാരോടും എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരോടൊക്കെ പറഞ്ഞ് അവരും ഇത് മെല്ലെ വാങ്ങാൻ തുടങ്ങി. ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങുന്ന സമയത്ത് കേരളത്തിൽ ഒരു പ്രോഡക്റ്റ് പോലും കിട്ടുന്നില്ലായിരുന്നു.
അടുത്ത ഔട്ട്ലെറ്റ് എവിടെ കിടച്ചാൽ ഒന്നില്ല മംഗലാപുരത്തായിരിക്കും, അതല്ലെങ്കിൽ ബാംഗ്ലൂർ ആയിരിക്കും. ഞാൻ ഈ പ്രോഡക്റ്റ് അവിടെ പോയി വാങ്ങും. രാവിലെ പോയാൽ വൈകുന്നേരം തിരിച്ചു വരും. അങ്ങനെ വാങ്ങി കുഞ്ഞു ആൾക്കാർ, ചെറിയ ചെറിയ ടീം ഉണ്ടായിരുന്നുള്ളൂ. അവർക്കെല്ലാം ഞാൻ കൊണ്ടേ കൊടുത്ത്, അങ്ങനെ ഞാൻ കൊണ്ടേ കൊടുത്ത് പൈസ ഉണ്ടാക്കാൻ മാത്രമല്ല, പല ആൾക്കാർക്കും ആശ്വാസകരമായി എന്നുകൊണ്ടാണ്. അങ്ങനെ ചെറിയൊരു ടീം ഉണ്ടായി, ചെറിയ രീതിയിൽ ടീം ഉണ്ടായി. അങ്ങനെ ഒരു 1.5 വർഷം കഴിഞ്ഞിട്ടാണ് കമ്പനി പിന്നെ കേരളത്തിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഈ പ്രോഡക്റ്റിനെ പറ്റി എനിക്ക് അറിയുന്ന ആൾക്കാരോടൊക്കെ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ കുഞ്ഞു ടീമിൽ കൂടെ ഏകദേശം 14,67,00,000 BV, അതായത് നോക്കുവാണെങ്കിൽ ഇൻറ്റു 3.5 അല്ലെങ്കിൽ 3 വെച്ച് നോക്കുകയാണെങ്കിൽ 15 കോടി രൂപയിൽ കൂടുതൽ പ്രോഡക്റ്റ് എൻ്റെ കുഞ്ഞു ടീമിൽ കൂടെ വിറ്റിട്ടുണ്ട്. ഇതെല്ലാം പ്രൂഫാണ്. അതിൻ്റെ അകത്ത് ഒരു 8 മുതൽ 10% വരെ കമ്മീഷനും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കമ്മീഷൻ എല്ലാം ദൈവം എനിക്ക് നല്ല കാര്യത്തിന് ഉപയോഗിക്കാൻ അവസരം തന്നിരിക്കുന്നത്. കാരണം ഇതിനുള്ളിൽ ആറിന് ശാപമില്ല. ധാരാളം ആൾക്കാർ എൻ്റെ കൊച്ചു ടീമിൽ കൂടെ കഴിഞ്ഞ 8 വർഷം കൊണ്ട് ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ 15 കോടി രൂപയുടെ പ്രോഡക്റ്റ് വിറ്റു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. IFC ബിസിനസ്സിനെ കേരളത്തിൽ എത്രമാത്രം പൊട്ടൻഷ്യൽ ഉണ്ട്. കേരളവും തമിഴ്നാടും കൂടെ കൂടിക്കഴിഞ്ഞാൽ 14 കോടി ജനങ്ങളിൽ കൂടുതലുണ്ട്. അതായത് ഇന്ത്യൻ ജനതയുടെ 10% കൂടുതൽ താമസിക്കുന്ന 2 സ്റ്റേറ്റ് ആണ് ഏത്? കേരളവും തമിഴ്നാടും. ഈ 2 സ്റ്റേറ്റിൽ നിങ്ങൾ ഓപ്പർച്യൂണിറ്റി നോക്കുക. ഞാൻ ഈ പറയുന്നതിന്റെ ഏറ്റവും രത്ന ചുരുക്കത്തിലേ ഉള്ളൂ. നിങ്ങൾക്ക് എത്രമാത്രം കാണാൻ കഴിയും അത്രമാത്രം നിങ്ങൾക്ക് പോകാൻ കഴിയും. നിങ്ങളുടെ കാഴ്ചപ്പാടാണ് നിങ്ങളുടെ ബിസിനസ്, വേറെ ഒന്നുമല്ല. 2 കണ്ണുകൊണ്ട് ഈ ബിസിനസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പ്രോഡക്റ്റിന്റെ വില കാണും, പ്രോഡക്റ്റിന്റെ ഇൻഗ്രീഡിയൻസ് കാണും, പ്രോഡക്റ്റിന്റെ MRP കാണും, അല്ലെങ്കിൽ എന്താ പ്രോഡക്റ്റിന്റെ എക്സ്പയറി ഡേറ്റ് കാണും. പക്ഷെ 3ാമത്തെ കണ്ണുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രോഡക്റ്റ് കാണുന്നതെങ്കിൽ അടുത്ത നിങ്ങളുടെ 4ഉം 5ഉം തലമുറ നിങ്ങൾക്ക് ചിരിക്കുന്നത് കാണാൻ കഴിയും. അത്രമാത്രം പവർഫുൾ ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് പല ആൾക്കാരെയും ഉറക്കം കെടുത്തുന്ന ഒരു കമ്പനിയും പ്രോഡക്റ്റുമാണ് IMC നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയാണ്. എങ്ങനെ വെട്ടിയാലും മുറിയും. നിങ്ങൾ ഒരാളുടെ തെറി പറയുകയാണെങ്കിലും പോടാ IMC നിങ്ങൾ പറഞ്ഞാൽ അത് റിസൾട്ടായിട്ട് മാറും. കാരണം വെച്ചാൽ നിങ്ങൾ ഒരാളുടെ തെറി പറയണം പോടാ IMC എന്ന് പറഞ്ഞാൽ അവനത് മനസ്സിലാവില്ല IMC എന്താണെന്ന്. അവനവന്റെ അടുത്ത കൂട്ടുകാരോട് പോയി ചോദിക്കും, ഇന്ന ആൾ എന്നെ തെറി പറഞ്ഞപ്പോഴത്തേക്ക് അവൻ IMC എന്ന് പറയുന്നത് എന്താണെന്ന് നിനക്ക് അറിയാവുന്ന അവനും അറിയണ്ടാവില്ല. അവൻ വന്ന് നിങ്ങളോട് ചോദിക്കുക എന്താണ് IMC, നീ എന്നോട് തെറി പറഞ്ഞപ്പോൾ അവൻ IMC എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം വന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും IMC എന്നതാണെന്ന്. അപ്പൊ അവനും ജോയിൻ ചെയ്യും, അവന്റെ കൂട്ടുകാരൻ ചെയ്യും. അങ്ങനെ എല്ലാ ആൾക്കാരും IMCയിലേക്ക് വരും. നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും നല്ലൊരു IMC ബിസിനസ് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എനിക്ക് തന്നിരിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.